NRI എന്ന സെഗ്മെന്റിൽ മാത്രമായിട്ട് ആരും തന്നെ ചെയ്യാം. ഒന്ന് കാരണം NRI എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ IT റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ലോ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. സർവീസ് സെക്ടറിലായാലും ശരി, നമ്മൾ എടുക്കേണ്ട ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഹൗ വി വെന്റ് റോങ്. ഞാൻ ചോദിക്കാറുണ്ട് എന്നോട്, സാർ എങ്ങനെ സർവീസ് എങ്ങനെയായിരുന്നു സൂപ്പർ. അന്ന് ഈ ഒരു കാര്യത്തിന്റെ മുകളിൽ ദുബായ് എന്ന സ്ഥലത്തിന്റെ ഒരു മീഡിയയുടെ ഒരു പവറും കണ്ടു. നമ്മുടെ NRI എന്ന് പറഞ്ഞ ആ വിഷയം അവതരിപ്പിച്ചപ്പം ഒരുവിധം എല്ലാ കേരളത്തിലെ MP മാരൊക്കെ ഒന്നിച്ച് അത് വലിയ രാഷ്ട്രീയ ഇതില്ലാതെ എല്ലാവരും ഒന്നിച്ച് അതൊരു വലിയ ഇതാണ്. പക്ഷെ ഇത് പ്രത്യേകിച്ച് കേരളത്തിന്റെ മാത്രം ഇഷ്യൂ ആയി മാറിയ പോലെയാണ്. ഓണ്ടർപ്രണറും ബിസിനസ് ഓണറും തമ്മിലുള്ള ഏറ്റവും മേജർ ഡിഫറൻസ് ആണ്, ഓണ്ടർപ്രണർക്ക് സത്യം പറഞ്ഞാൽ ഔട്ട്കം എന്നത് വിഷ്വലാണ്. ഔട്ട്കം, അതായത് ഞാൻ ഈ റിസ്ക് എടുത്താൽ എനിക്കിങ്ങനെ ആകാം എന്നുള്ളതും ഇത്രയും ഇതിൻ്റെ RG കോൺവെർസേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ബിസിനസ് ഇൻഡസ്ട്രിയിലെ രണ്ട് പുലികളൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. RG ഹോൾഡിങ്സിൻ്റെ CEO മിസ്റ്റർ റസൽ അഹമ്മദ്, ബിസിനസ് കൺസൾട്ടിംഗ് ഇൻഡസ്ട്രിയിൽ 25 വർഷമായിട്ടുള്ള നമ്മുടെ ശ്രീജിത്ത് കുനിൽ സാർ. താങ്ക് യു. വെൽക്കം ബോത്ത് ഓഫ് യു ടു RG കോൺവെർസേഷൻസ്. ആദ്യം സാറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ഒരു എംപ്ലോയിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം ഒരു ബിസിനസ് സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ്. വൈ കാണ്ട് ബി യുവർ ഓൺ ബോസ്, നിങ്ങൾ 9 to 5 ഫെഡപ്പ് ആയിട്ടില്ലേ, പിന്നെ മറ്റുള്ളൊരു ആളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ പണിയെടുക്കുന്നത് എന്നൊക്കെ കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അതിനെക്കുറിച്ച്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എംപ്ലോയ്മെന്റ് ജേർണി എന്ന് പറയുമ്പോൾ നമുക്ക് ആഫ്റ്റർ എ പോയിന്റ് നമുക്ക് തോന്നും, ഓക്കെ ഞാനിതിന് പണിയെടുക്കണം, അല്ലെ ഞാൻ എന്നാൽ പിന്നെ കുറ്റിയത് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിക്കൂടെ. അപ്പോൾ നമുക്ക് ഈ പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാരും അല്ലാണ്ട് പഠിക്കാൻ മടിയുള്ള ആൾക്കാരും ചെയ്യുന്ന ഒരു ജോലിയല്ല ഓണ്ടർപ്രണർഷിപ്പ്. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഹൈലി റിസ്ക് ഇൻവോൾവ്. കാര്യം നമുക്ക് ആ റിസ്കിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് നമ്മൾ എന്ത് സൊല്യൂഷനാണ് കൊണ്ടുവരുന്നത്. ആർക്കും ഏത് ബിസിനസ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് അത്രമാത്രം ആഫ്റ്റർ കോവിഡ് ടൈമിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയും ആർക്കും എന്തോ അത്രയും ഓപ്പണായി മാർക്കറ്റ്. അപ്പോൾ എവിടെയെല്ലാം നമുക്ക് വേണ്ടത് എപ്പോഴും ഒരു എംപ്ലോയർ ഉണ്ടായിരിക്കണം, അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ടായിരിക്കണം. കാരണം എല്ലാവരും എംപ്ലോയർ ആയി കഴിഞ്ഞാൽ പിന്നെ ജോലിന് ആൾ വേണ്ടേ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ എംപ്ലോയർ ആകാനും പറ്റില്ല. കാരണം എംപ്ലോയർക്ക് മാത്രമുള്ള കുറച്ച് സ്കില്ലുണ്ട്. ആദ്യം പിശുക്കന്മാർക്ക് പറ്റിയ പണിയല്ല ഓണ്ടർപ്രണർഷിപ്പ്. കാര്യം നമ്മളൊരു റിസൾട്ട് എന്താണെന്ന് അറിയാതെ, അതിന്റെ ഔട്ട്കം എന്താണെന്ന് അറിയാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് അത്യാവശ്യം ഹെവിലി റിസ്ക് ഒരുപാട്. അപ്പൊ ഞാൻ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ആള് അതിന്റെ ഡിഫറൻസ്, ഓണ്ടർപ്രണറും ബിസിനസ് ഓണറും തമ്മിലുള്ള ഏറ്റവും മേജർ ഡിഫറൻസ് ആണ്, ഓണ്ടർപ്രണർക്ക് സത്യം പറഞ്ഞാൽ ഔട്ട്കം എന്നത് വിഷ്വലാണ്. ഔട്ട്കം, അതായത് ഞാൻ ഈ റിസ്ക് എടുത്താൽ എനിക്കിങ്ങനെ ആകാം എന്നുള്ളതും ഇത്രയും ഇതിന്റെ ഔട്ട്കം ഉണ്ട് എന്ന്. അതായത് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ട് എന്നെ കൊണ്ട് കാണാൻ പറ്റത്തില്ല, ഇൻടാഞ്ചിബിൾ ആണ്. അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്, അല്ലെ? എന്നിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിഷ്വൽ ഇമാജിനേഷനൊക്കെ വന്ന് ബാക്കി ആൾക്കാരൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് ആക്കി മാറ്റുന്നത്. ബിസിനസ് ഓണർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ എക്സിസ്റ്റിംഗ് ബിസിനസ് മോഡൽ, അതിനെ ഞാൻ കോപ്പി ചെയ്തു. അതിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അല്ലെ? ഒരു റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ ഞാനും വേറൊരു ഡിഫറെന്റ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞാനും വേറൊരു റെസ്റ്റോറന്റ് തുടങ്ങും. ഓക്കെ, പേര് മാറിയെന്ന് മാത്രമല്ല, പ്രോബ്ലം സോൾവ് ചെയ്യാന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെയൊന്നുമില്ല. കാരണം അതൊരു ബിസിനസ് ആണ്, അല്ലെ? കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്, എക്സിസ്റ്റിംഗ് ബിസിനസ് മോഡൽ, അതിന് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. ഞാനും അങ്ങനത്തെ ഒരു സൊല്യൂഷൻ കൊണ്ടുപോയാൽ മാർക്കറ്റിൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവും, അല്ലെ? അങ്ങനെയാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഗാർമെന്റ്സ് തുടങ്ങാം, അല്ലെങ്കിൽ എനിക്ക് സോപ്പ് ഉണ്ടാക്കാം, ഇതൊന്നും അല്ല. പക്ഷെ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ജേണിയാണ്. ആൾക്ക് ഒരു അത്യാവശ്യം ആ സ്കില്ല് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു, കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് ഡോണ്ട് മിസ്റ്റേക്ക് മീ, നമ്മുടെ ഈ കണ്ണൂര് നമ്മുടെ ഞാൻ തലശ്ശേരിയാണ്, അതുകൊണ്ട് നമ്മളെ നാട്ടിൽ പറയാതെ ഈ മലപ്പുറം കോഴിക്കോട് ആ ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ കുറേ കാലം വല്ല തുണിക്കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞാൽ വല്ല നമ്മൾ ചെരുപ്പിന്റെ കട പോകും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറന്റിലേക്ക് പോകും. ഓക്കെ,
കാര്യം ഇത് ബിസിനസ് ജേർണിയാണ്, ഇറ്റ്സ് നോട്ട് ഓണ്ടർപ്രണർഷിപ്പ് ജേർണി. കാര്യം ഇത് കുറെ ട്രേഡ് നടത്തി, ഇതിൽ നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കി, പിന്നെ മനസ്സിലായി ലാഭം കുറവാണെന്ന്, അത് ദിവസം ഞാൻ മീൻ കച്ചവടത്തേക്ക് പോകും. ഓക്കെ, മീൻ കുറെ വിറ്റ് പോകും, അത് കഴിഞ്ഞ് കച്ചവടം കുറഞ്ഞ പിന്നെ ചെരുപ്പിന്റെ പരിപാടി പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് അതേപോലെ ഒരാൾ ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ മന്തിന്റെ ഷോപ്പ് എല്ലാവരും അത്, പിന്നെ ഈ ടർഫിന്റെ ഒരു സംഭവം വന്നു, ഫുട്ബോൾ ടർഫ്, എല്ലാവരും പിന്നെ അതൊരു കോപ്പി ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ബിസിനസ് ജേർണിയാണ്, അതൊന്നും ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യപ്പെടുക. ഒരാളൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സംഭവം. കാര്യം എനിക്ക് അത് ഞാൻ കണ്ടു, അത് ഞാൻ എന്താ വിഷ്വലി ഞാൻ കണ്ടത്, ടർഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൾക്കാർ വരുന്നു, അതിന് പ്രോഫിറ്റ് ഉണ്ട്, അതിന് കാശ് ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ പിന്നെ വേറെ സ്ഥലം ഉണ്ടാക്കിയിട്ട് എനിക്കും ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ തീർച്ചയായും. അതേപോലെ പിന്നെ വേറൊരു സംഭവം, ഇപ്പം നമ്മുടെ ക്ലയൻസ് പറയുന്നൊരു സംഭവമാണ്, ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ഞാനാണ് ദ വൺ ഹൂസ് റണ്ണിങ് ദ ഷോ. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അന്ന് ഒരു ചെറിയൊരു ക്യാപിറ്റലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിസിനസ് ഫ്ലറിഷായി, ഓവർ എ പീരീഡ് ഓഫ് ടൈം എസ്റ്റാബ്ലിഷ് ആയി. ഇപ്പം എനിക്ക് ആ ഒരു ഫീൽ വരുന്നത്, അപ്പം എന്താണ്, എന്തിന് ഞാൻ പുള്ളിക്ക് ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഒരു ബാധ്യത എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇത് സാറിന് ഇതിനെ പറ്റിയിട്ടുള്ളത്? അത് നോർമലി നമ്മൾ ഒരു ഇൻവെസ്റ്ററിനെ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഐഡിയ ഉണ്ട്. എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷെ കോൺസെപ്റ്റ് വലുതാണ്. അപ്പൊ കോൺസെപ്റ്റ് വളരെ വലുതാണ്, എനിക്കറിയാം നല്ല രീതിയിൽ. എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല. ഈ ക്യാപിറ്റൽ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള അങ്ങനെ ഒരു 5-10 പേരെ വിളിച്ചിട്ടാണ് ഞാൻ ഈ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് ഫ്ലറിഷ് ആയെന്ന് എനിക്ക് മോഡൽ മനസ്സിലായി, കാരണം എനിക്കാണ് ഈ ഐഡിയ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ എല്ലാത്തോടാണ് ഇവർക്കുള്ളത്. ആ ഈ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എനിക്ക് പൈസ തന്നത്, എൻ്റെ വിശ്വാസത്തിന് വേണം. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് എനിക്കിത് സ്കെയിലപ്പ് ചെയ്യണം. സ്കെയിലപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയും ഇതിനെ തന്നെ വേറൊരു റെപ്ലിക്കേറ്റ് ചെയ്യണം. പക്ഷെ അവിടെയും ക്യാപിറ്റൽ വേണം. മറ്റേ ആ ക്യാപിറ്റൽ ചിലപ്പം ആദ്യം തന്ന പൈസ തന്ന ആൾക്കാർ തരില്ല, കാരണം ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഇത് നന്നായി പോകുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് തരാൻ കപ്പാസിറ്റി ഉണ്ടല്ലോ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറൊരു 20 പേരെ എടുക്കുന്ന കാശ് വായിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആൾക്കാരെ നോർമലി വന്നിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട്. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓവറോൾ പിക്ചർ മനസ്സിലായി. എൻ്റെ ഈ പറയുന്ന വാല്യൂ പല സ്ഥലത്താണ്. എനിക്കൊരു 10 ഷോറൂം ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ എനിക്കൊരു 250 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്. 250 കോടിയും ഈ 10 ഷോറൂമിലുണ്ടാവും. ഓക്കെ, 10 ഷോറൂമിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി 150 ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് ഓരോ സമയങ്ങളിലും ഓരോരുത്തരോടും പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതിപ്പോ എനിക്ക് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം വന്നാൾ പറയും, ഞാൻ ആദ്യം പൈസ തന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും വളർന്നത്, അപ്പൊ എന്നെയും കൂടി കൂട്ടണം. ഞാൻ അപ്പൊ ഒരാൾ പറയും എന്നെ ഒഴിവാക്കണം. ഈ ഒരു കൺഫ്യൂഷനും ഈ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ബാധ്യതയായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ, ആദ്യമേ നമുക്ക് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു എക്സിറ്റ് പ്ലാൻ, ഒരു MOU, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതായത് ആദ്യത്തെ ഷോപ്പിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, അടുത്ത ഷോപ്പിൽ വേറെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, അടുത്ത ഷോപ്പിൽ വേറെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് 10 പേരോട് 10 അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, 10 ഗ്രൂപ്പ് ആൾക്കാർ. പക്ഷെ ആൾക്ക് നല്ല സ്കിൽ ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ 100 പേരെ അതിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷെ ആൾക്കൊരു സമയങ്ങളിൽ എത്തി വലിയൊരു ഇതിനെ വാല്യൂ ചെയ്ത് ഒരു പ്രോപ്പർ പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെ VC അല്ലെ ലിസ്റ്റിംഗ് അല്ലെ എനിക്കൊരു ഗ്രൂപ്പ് കൺസോളിഡേഷൻ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ബാധ്യതയായിരിക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അന്നേരം എക്സിറ്റ് പ്ലാൻ ഇവർ സമ്മതിക്കത്തില്ല, നിങ്ങളുമാണ് ചെയ്തത്. അപ്പൊ ആർക്കും ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആദ്യമേ ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന ഓണ്ടർപ്രണർ, ഈ ഇൻവെസ്റ്റർ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്തായിരിക്കും എന്റെ സ്ട്രക്ചർ, അവരോട് ഞാൻ എങ്ങനെ പറയും, ഈ പറയുന്ന സംഭവം ബ്രാൻഡ് എന്റേതാണ്, നിങ്ങൾ ഇൻവെസ്റ്ററാണ്, നിങ്ങൾ തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഐഡിയലി യു ഷുഡ് കീപ് ബ്രാൻഡ് ഇൻ അനദർ കമ്പനി, ഇൻവെസ്റ്റേഴ്സിനെ അനദർ കമ്പനി, അങ്ങനത്തെ രീതിയിലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ആകും. പക്ഷെ ഈ ക്ലാരിറ്റി എന്തുകൊണ്ടാണ് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മള് മലയാളികൾക്കുള്ള ഒരു കുഴപ്പമാണ്. നമ്മളെല്ലാം പറയും നേരെ വരുമ്പോ കാണാം, അല്ലെ വരുമ്പോ കാണാൻ പക്ഷെ എങ്കിൽ അന്നേരം കാണുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കിത് കൈകാര്യത്തിൽ ചെയ്യാതിനെക്കാട്ടും ബിയോണ്ട് നമ്മുടെ കൺട്രോൾ പോസാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീഴ്ച വരും, അത് മൊത്തത്തിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. വീഴ്ചേനെക്കാട്ടും ഈ പ്രശ്നം ഞാൻ കാണുന്നത്, വീഴ്ചേനെക്കാട്ടും ഈ ഫ്രസ്ട്രേഷൻ എപ്പോഴാണ് ബാധ്യത അറിയോ, എനിക്ക് വളരാൻ ഇതൊരു തടസ്സമാണ്. വീഴുന്ന ആൾക്കാർ കുറവാണ്, വളരുക ചെയ്യാം. പക്ഷെ എനിക്ക് ഇവിടുന്ന് അടുത്ത സ്റ്റേജിൽ വലിയ രീതിയിൽ വളരണം. ഈ വളരണം എന്ന സമയത്താണ് ഇവരൊക്കെ എനിക്ക് ബാധ്യതയായിട്ട് മാറുന്നത്. വീഴുമ്പോ എല്ലാവരും തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് വീഴുമല്ലോ, കാരണം ലോസ് എല്ലാ സ്ഥലത്തും കാണാനുണ്ടാവും. നമുക്ക് എപ്പോഴും ഈ വളരുന്ന സമയത്താണ് മിക്ക ആൾക്കാരും ബാധ്യതയായിട്ട് മാറുന്നത്. അല്ലാണ്ട് വീഴുന്ന സമയത്ത് ആൾക്കാർ ബാധ്യതയില്ല, അത് ശരിക്കും ലാഭമാണ്, കാരണം ഇവർ പിടിക്കാനൊരാളുണ്ടാവും. അത് ഇൻവെസ്റ്ററിന്റെ ഇതിലും ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മൾ പറയല്ലോ, ഞാനിപ്പം ഒരുപാട് ആളുകൾ ചോദിക്കില്ല, ഇപ്പം ഇതിൽ ഇൻവെസ്റ്റ്
ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഇൻവെസ്റ്റ് ഓൾറെഡി ചെയ്തു പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഡോക്യുമെന്റ്സിലൊന്നും അവരെ പേരും കാര്യമൊന്നുമില്ല. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസിൽ നമ്മുടെ പേരിലാണെന്നുണ്ടെങ്കിൽ വേറെ ആയിരുന്നു സൈഡ് അഗ്രിമെന്റ്സിനും കാര്യങ്ങൾക്കൊന്നും ഒരു ലീഗൽ വാല്യൂ ഇല്ല അല്ലേ? ഇല്ലാതില്ല, അല്ല ഒരു പരിധിവരെ ഇല്ല. ഒരു പരിധിവരെ ഇല്ല. അപ്പൊ നാട്ടില് ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, നാട്ടില് മിക്ക ആൾക്കാരും ബിസിനസ് നടത്തുന്നത് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ നോർമൽ പാർട്ണർഷിപ്പിലാണ് മിക്ക ആൾക്കാരും ബിസിനസ് നടത്തുന്നത്. അപ്പം നമ്മൾ കണ്ട LLP എന്ന് പറയുന്ന സ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് കാണുമ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾ LLPയുടെ എഗ്രിമെന്റ് വായിച്ചു കഴിയുമ്പോൾ ഞാൻ കണ്ട ഒരുവിധം നമ്മൾ കണ്ട എഗ്രിമെന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഓണർക്ക് ഉണ്ടല്ലോ, ശരിക്കും ഓണർഷിപ്പ് റൈറ്റ്സ് തന്നെ ഉണ്ടാവില്ല. ഇൻവെസ്റ്റർക്ക് എല്ലാം പോയിട്ടുണ്ടാവും ലീഗൽ ഡോക്യുമെന്റ് വെച്ച് വായിക്കുകയാണെങ്കിൽ. പക്ഷേ ശരിക്കും ഇദ്ദേഹം തന്നെയാണ് ഓണർ, ഇദ്ദേഹം തന്നെയാണ് അതിന് നടത്തിക്കൊണ്ടുവന്ന്, ഇദ്ദേഹം തന്നെയാണ് കൺട്രോൾ മാനേജ്മെന്റ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആയതുകൊണ്ട്. പക്ഷെ ഈ പറയുന്ന എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇദ്ദേഹത്തിന് ചിലപ്പോൾ 10 ലക്ഷമോ 15 ലക്ഷം വരെ ക്യാപിറ്റൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓണർഷിപ്പ് റൈറ്റ്സ്, നമ്മുടെ അസറ്റിന്റെ റൈറ്റ്സ്, നമ്മുടെ ലിക്വിഡേഷൻ റൈറ്റ്സ്, നമ്മുടെ മൊത്തത്തിലെ വോട്ടിംഗ് റൈറ്റ്സ്, അങ്ങനെ പല രീതിയിലും എഗ്രിമെന്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തു പോകും. ഞാൻ ചോദിക്കും, നിങ്ങളൊരു LLPയുടെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ ഇന്ന് നമ്മുടെ പൊസിഷൻ എന്താണ്. അത് സാറ് പറഞ്ഞപ്പോൾ എനിക്കൊരു വേറെ കാര്യം ഓർമ്മ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ഓഫീസിലൊരു നാട്ടിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ് ഒരു ഇൻഡസ്ട്രിയൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, നാട്ടിൽ പാർട്ട്ണർഷിപ്പിന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് അത് അങ്ങനെ പോവില്ല എന്ന്, അവരെ ഡിസോൾവ് ആയി പോകുന്നു, അങ്ങനെ എന്തൊരു സംഭവം പുള്ളി പറഞ്ഞിരുന്നു. ബേസിക്കലി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അൺഇൻകോർപ്പറേറ്റഡ് ഇതാണ്, ബോഡി കോർപ്പറേറ്റ് അല്ല, ലീഗൽ സ്ട്രക്ചർ അല്ല. നമുക്ക് 3 പേരും കൂടി ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറും. ടെക്നിക്കലി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡെത്ത്, ഒരു പാർട്ണർ ഡെത്ത് ആണ് ഓട്ടോമാറ്റിക്കലി ഫേം ഡിസോൾവ് ആയി. കാര്യം നമ്മൾ 3 പേരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ ബിസിനസ്. ഈ വ്യക്തി ഇല്ലെങ്കിൽ ഐഡിയലി ലീഗൽ ഹെയർ വന്ന് ആ പ്ലേസ് എടുക്കാം. പക്ഷെ ആ ലീഗൽ ഹെയർ തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. ടെക്നിക്കലി 3 പേരുടെ പാർട്ണർഷിപ്പ് ഇല്ല, പിന്നെ ഞങ്ങൾ 2 പേരുടെ പാർട്ണർഷിപ്പ് ഉള്ളൂ. മരിച്ചാളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ആള് പോയില്ലേ, ഡിസോൾവ് ആവും ടെക്നിക്കലി പാർട്ണർഷിപ്പ്. അതിലുള്ള ആ ഒരു അസറ്റ്, മറ്റുള്ള ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഐഡിയലി ഡിസോൾവേഷൻ എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞ മരണപ്പെട്ട ആളുടെ ലീഗൽ ഹെയർ വന്ന് റീപ്ലേസ് ചെയ്യുന്ന ഡെത്ത് ഓഫ് എ പാർട്ണർ വന്നിട്ട് അടുത്ത ക്ലോസും കാര്യങ്ങളും ഇല്ല. പ്രാക്ടിക്കലി വേണം. എന്തുകൊണ്ടാണ് നോർമലി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി, ഒരു VC ഫണ്ട് ആരും തന്നെ ഒരു പാർട്ണർഷിപ്പ് തമ്മിൽ പൈസ കൊടുക്കാത്തത്? എപ്പോൾ വേണമെങ്കിൽ നിർത്തിയിട്ട് പോവാം. ഇപ്പം വേണമെങ്കിൽ നമ്മൾ 3 പേര് പാർട്ണർഷിപ്പ് വേണമെങ്കിൽ പറയാം, എനിക്ക് ഇനി മുതൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ, ഈ കോൺട്രാക്ട് ആണല്ലോ അല്ലെ, 3 പേരും തമ്മിലുള്ള. ഞാൻ പറയാം എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവാണ്, ഓട്ടോമാറ്റിക്കലി ഫേം ഡിസോൾവ് ആയി. ഒരു വ്യക്തി വിചാരിച്ച് പോയി കഴിഞ്ഞാൽ വന്നിട്ട് ഫേം ഡിസോൾവ് ആയില്ലേ, അറ്റ് വിൽ എന്നാണ്. അയാൾക്ക് എപ്പോൾ ആണെങ്കിലും അയാളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എപ്പോൾ ആണെങ്കിലും നിർത്തിയിട്ട് പോവാം. പക്ഷേ അതേ സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു LLP സ്ട്രക്ചറാണ്. അങ്ങനെ പെട്ടെന്ന് അത് ബോഡി കോർപ്പറേറ്റാണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാർട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ആക്ട് 1932 എന്നൊരു ഡീഡാണ്. അതായത് പ്രത്യേകിച്ച് ആരുടെ അപ്രൂവൽ ഒന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ ഇന്ന് നമുക്ക് ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കാം. നമുക്ക് അതിനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഇതാണ് പ്രോഫിറ്റ് ഷെയറിങ്. അതായത് ഈ പാർട്ണർഷിപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ജോലി, അല്ലാതെ നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റിന്റെ മുകളിൽ ചെയ്യും. ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിയാണ്, നിങ്ങളുടെ അദ്ദേഹത്തിന്റെ അയാൾ, നമ്മൾ ട്രസ്റ്റിന്റെ മുകളിൽ ഇത് വർക്ക് ചെയ്യുന്നു അല്ലെ, ഓട്ടോമാറ്റിക്കലി അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ട്രസ്റ്റ് പറയണ എനിക്ക് ട്രസ്റ്റ് ഇല്ല, ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഫേം ഇല്ലല്ലോ. അതാണ് ലോജിക് ഓഫ് പാർട്ണർഷിപ്പ്. LLP എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റാണ്. അതായത് ഒരു പാർട്ട്ണറുടെ മരണശേഷവും ആ LLP വിൽ എക്സിസ്റ്റ്. ഒരിക്കലും ഡിസോൾവ് ആവില്ല. അപ്പൊ ഇങ്ങനെ ആ ഒരു കൺസേൺ ആളുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യാം LLP എന്നുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ഡിപ്പെൻസ്. അതായത് അപ്പൊ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വളരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണം. ഓക്കെ, വളരാൻ നെക്സ്റ്റ് സ്റ്റേജിൽ ഒരു ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിളിൽ തന്നെ നിങ്ങൾ ഒരു മോഡൽ ഉണ്ടാക്കി അതിന്റെ പ്രോഫിറ്റ് ഷെയറിങ് ചെയ്യാനാണ് ക്യാപിറ്റൽ ഫാമിലി ബിസിനസ് ടൈപ്പ്. യു ക്യാൻ ആക്ച്വലി ഹാവ് an LLP. അതായത് ഒരു സർക്കിളിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിൽ LLP ഓൾസോ ഐ കൈൻഡ് ഓഫ് തിങ്. ഫണ്ട് എടുക്കാനും ഇടാനും എല്ലാം നമുക്ക് സൗകര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാത്ത എന്താ പറയുക, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ബെനിഫിറ്റ്സ് അറിയില്ല. ഈവൻ ഗൾഫിലായാലും തന്നെ ഒരു ലീഗൽ എൻറ്റിറ്റിയുടെ ബെനിഫിറ്റ് അറിയില്ല. ഷെയർ എന്നുള്ള കോൺസെപ്റ്റ്, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് വേണമെങ്കിൽ ഓണേഴ്സിന് സ്വെറ്റ് ഇക്വിറ്റി എടുക്കാം. ഞാൻ കാശ് കൊണ്ടുവരാതെ തന്നെ എൻ്റെ ഇക്വിറ്റി എനിക്ക് എടുക്കാം. എനിക്ക് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന് ഡിസൈൻ ചെയ്യാം. അപ്പം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന്, റെസ്ട്രിക്റ്റഡ് സ്റ്റോക്ക് യൂണിറ്റ്സ്,
സ്റ്റോക്ക് അപ്രീസിയേഷൻ. അതായത് നമ്മൾ ശമ്പളം മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല, ശമ്പളത്തിൻ്റെ കൂടെ ബോണസായിട്ട് നമ്മുടെ കമ്പനിയുടെ ഷെയറും കൊടുക്കാം, അവനത് എൻക്യാഷ് ചെയ്യാം, നമുക്കത് ബൈബാക്ക് ചെയ്യാം. അപ്പം നമുക്ക് നല്ല ടാലൻറ്റിനെ കമ്പനികളിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇന്ന് ആൾക്കാർ സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല. ഞാനൊരു എംപ്ലോയി എന്ന പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും വാല്യുവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മുടെ കമ്പനിയുടെ വാല്യൂവിനെ കുറിച്ച് ചോദിക്കേണ്ടത് രണ്ടുപേരോട് ചോദിച്ചാൽ മതി. കസ്റ്റമറോട് ചോദിച്ചാൽ മതി, എംപ്ലോയിയോട് ചോദിച്ചാൽ മതി. അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം എന്താണ് ഈ കമ്പനി എന്നത്. അപ്പോൾ എംപ്ലോയി എന്ന് പറയുമ്പം അവൻ ഇന്ന് വേണ്ടത് റെസ്പെക്റ്റും റെക്കഗ്നീഷനും വാല്യൂ, അങ്ങനെ ഒരുപാട് കാര്യമാണ്. കാശ് മാത്രമല്ല, ഇന്ന് എംപ്ലോയ്മെൻറ്റ് അത്ര ഈസി അല്ല. അത് ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ്. പണ്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്ന് ജോലിയുടെ അത്ര ഈസി ആണ്. അത്യാവശ്യം കഴിവുള്ള ഒരുത്തനാണെങ്കിൽ എത്ര എംപ്ലോയ്മെൻറ്റ് ഉണ്ട്, ജോലിയുണ്ട്. പിന്നെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷനും കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് അവന് എന്താ ജോലി എന്ന് അറിയാറില്ല. എനിക്ക് ജോലി വേണം, പക്ഷേ ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അവനെ അറിയാത്ത അങ്ങനത്തെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ, എല്ലാവരും കോളേജിൽ പോകുന്നുണ്ട്, എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. കാണാപ്പാടം പഠിച്ചു കാണാപ്പാടം, അത് പഠിച്ചാലല്ലേ കാണാപ്പാടം. പാസ്സാകുന്ന ഇന്ന് ആരും തോപ്പിക്കുന്നില്ലല്ലോ, എല്ലാവരും പാസ്സാവുമല്ലോ. നമ്മളെ ഈ വലിയ കമ്പനീസൊക്കെ ഇപ്പം ശ്രദ്ധിച്ചിട്ടുള്ളത് വെച്ചാൽ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു സാർ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള എംപ്ലോയീസിൻ്റെ അവരുടെ JD-ൻ്റെ കാര്യത്തിലോ അങ്ങനത്തെ ഒരു ഇതില്ല. എല്ലാവരും എല്ലാ സംഭവങ്ങളും ചെയ്യുന്നു. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഒരു നാളെ ഒരു ഇൻവെസ്റ്റർ വരികയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ സിറ്റീസിലൊക്കെ വരുമ്പോഴൊക്കെ അത് ഇതിനൊക്കെ ഒരു ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? അബ്സല്യൂട്ട്ലി, നല്ല ചോദ്യമാണ്. എനിക്കും വളരെ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ്. ഞങ്ങൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൺസൾട്ടിങ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഇതാണ്. അതായത് ഒരു ബിസിനസ്സിൽ 4 ഘടകങ്ങളാണ്: ക്യാപിറ്റൽ, എംപ്ലോയി, പ്രോസസ്, കൺട്രോൾ. ക്യാപിറ്റലാണ് നമ്മളെല്ലാവരും കൊണ്ടേ കാശെടുക്കുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു മില്യണോ അല്ലെങ്കിൽ 1 കോടിയോ അങ്ങനെ നമ്മൾ കാശ് കൊണ്ടേ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ 10-60 സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നു. ഈ 60 സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, 10-60 സ്റ്റാഫും ഉണ്ടാവും. അതാണ് നമ്മുടെ ബിസിനസ്. നമ്മൾ ഇവരോട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നു, അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായത് പകുതിയായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എല്ലാവരും 60 പേരോട് പറയും, ഇല്ല നമ്മൾ പോയി പറയുന്നത് 6 പേരോടോ 10 പേരോടായിരിക്കും. ഈ 10 പേര് നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് അത് പോയി വേറെ ബാക്കി 40 പേരോട് പറയുമ്പോൾ അപ്പോഴും പിന്നെയും അവിടെ ഡിസ്കൗണ്ട് ആയി അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവസാനം ബോട്ടം ലെവലിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നായിരിക്കും, പ്രൊമോട്ടറുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നായിരിക്കും. ഈ ലെയർ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്താണ് കമ്പനി, എന്താണ് വിഷൻ, എന്താ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് കാലത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും, അവനും പ്രത്യേകിച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല ഞാൻ ശരിക്കും എന്താ ചെയ്തിട്ട്. എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ വരും, ഓക്കെ, എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് വീട്ടിൽ പോകും. ഓക്കെ, നമ്മൾ ആ ലെവലിൽ പോകത്തില്ല. അപ്പം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പ്രോസസ്സും കൺട്രോളാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് പ്രോസസ്സിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സുരേഷ് എന്ത് ചെയ്യും, മഹേഷ് എന്ത് ചെയ്യും, തോമസ് എന്ത് ചെയ്യും അല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഈ തോമസ് ചെയ്യുന്നത് സുരേഷ് നോക്കാൻ സാധ്യതയുണ്ടോ, റിവ്യൂ ചെയ്യാൻ, അത് പെർഫോമൻസ് അപ്രൈസൽ, അയാളുടെ GAD, അയാളുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, KPI. കാരണം എന്നാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവന് കൃത്യമായിട്ട് റോഡ് മാപ്പ് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ഓർഗനൈസേഷനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ എൻ്റെ കരിയറിന് എന്ത് സംഭവിക്കും, എൻ്റെ CV എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എൻ്റെ പെർഫോമൻസ് ആര് നോക്കും അല്ലേ. ഒരാൾ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടോ, പക്ഷേ അവനെ മെഷർ ചെയ്യാനോ അവനെ പെർഫോമൻസ് നോക്കാനോ ആരും തന്നെ ഇല്ലെങ്കിൽ അവന് അവസാനം 2 വർഷം കഴിഞ്ഞ് അവനെ പണി കളഞ്ഞിട്ട് പോയി കളയും അല്ലേ, നിൽക്കത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു KPIയും ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ കൺട്രോളാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആസ് എ ഓണ്ടർപ്രണർ പ്രൊമോട്ടറിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ആണ്, നിങ്ങളുടെ സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ വേറെ കൺട്രോളും, മേ ബി അടുത്ത ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ വേറെ. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ഒരു കൺട്രോൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ആ പ്രോസസ്സും കൺട്രോളും ഡിഫൈൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ട ക്യാപിറ്റൽ ഉണ്ട്, അതിന് വാല്യൂ ഉണ്ടോ, ഇല്ലെങ്കിലുണ്ടല്ലോ എപ്പോഴും നമ്മൾ ഈ ക്യാപിറ്റൽ ഇട്ടുകൊണ്ടിരിക്കണം. നമുക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല എവിടെയാണ് കൺട്രോൾ. അപ്പോൾ ഈ കൺട്രോൾ ഉള്ള കമ്പനിയാണ് സ്കെയിലബിലിറ്റി കൂടുതൽ. നോർമലി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി VC ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് കൺട്രോൾ, നിങ്ങൾക്ക് എത്ര കൺട്രോൾ. ആദ്യം ചോദിക്കുന്ന കൺട്രോൾ 6 മാസം നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ, ഓക്കെ, ഇതേപോലെ നടത്താൻ പറ്റുമോ, മാറി നിന്ന് നമുക്കിത് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആബ്സെൻസിലും ഒരു കമ്പനി റൺ ചെയ്യാൻ പറ്റുന്ന കമ്പനിയിലേ നമുക്ക് വേറെ ആൾക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്ക് അതാണ്. അങ്ങനെയാണ് അയാൾ നോക്കുന്നത്, നിങ്ങളില്ലാതെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന്. പലപ്പോഴും ഒരു 70-80 വയസ്സ് കഴിഞ്ഞ ഓണ്ടർപ്രണർ വരെ ഇപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ചെക്ക് ബുക്കും ബില്ലും എല്ലാം നോക്കി അയാളുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഇത് നടക്കുന്നു പറയുന്ന സാധനത്തിൽ ആ കമ്പനിയിൽ ഒരാളും ഷെയർ ഇടില്ല, ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം
അദ്ദേഹം പോയാൽ ആരും നോക്കും. അതെ, അത് പലപ്പോഴും പറയാറുണ്ടല്ലോ, അതൊരു ഷോപ്പാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻസിലും റൺ ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയും. അപ്പൊ ഈ പ്രോസസ്സും കൺട്രോളും എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത, ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. നമ്മൾ നല്ലോണം ബ്രാൻഡിങ് ചെയ്യും. എവിടെ നമ്മൾ നല്ല സെലിബ്രിറ്റിനെ കൊണ്ടുവരും, എല്ലാം നമ്മൾ എല്ലാ സ്ഥലത്തും ഹോർഡിങ് വെക്കും. അവിടെയൊക്കെ നമുക്ക് പുറമെ കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഫീലാണ്. കാരണം നമ്മുടെ ബ്രാൻഡ് നാട്ടുകാർ കാണുന്നു, ജനങ്ങൾ കാണുന്നു, ബ്രാൻഡ് ഇമേജ്. അപ്പൊ അതെനിക്ക് ഉള്ളിൽ എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ അത് ഓണ്ടർപ്രണറുടെ ഉള്ളിലൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ബ്രാൻഡ് അങ്ങനെ കാണുന്നത്. പക്ഷെങ്കിൽ ഇതിന്റെ അകത്ത് ഇൻടാഞ്ചിബിൾ ഉണ്ടല്ലോ, അകത്ത് ഉള്ള മെഡിസിൻ. ഈ പുറത്ത് മാത്രം നമ്മൾ പൗഡർ ഇട്ടിട്ട് കാര്യമില്ല. അകത്തുള്ള സംഭവമാണ് ഈ പ്രോസസ്സും കൺട്രോളും. ഇത് ആരും കാണത്തില്ല. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് കമ്പനിയിൽ. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓണ്ടർപ്രണർ ജേണിയിൽ നമ്മൾ ഈ നടത്തുന്ന ബിസിനസ് മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യേണ്ട ആരാണ്? നമ്മുടെ ഫാമിലിയാണ്. വിത്തൗട്ട് എ ഡൗട്ട് അല്ലെ, ഫാമിലിയാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ നമ്മൾ കൺട്രോൾ ഉണ്ടെങ്കിൽ കൺട്രോൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. നമ്മൾ കമ്പനി വിൽക്കേണ്ട ആവശ്യമില്ല, പ്രൈവറ്റ് ഇക്വിറ്റി വേണ്ട, VC വേണ്ട. ചിലപ്പോൾ നല്ല ടാലന്റ് ഉള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സീനിയർ മാനേജ്മെന്റ് സ്റ്റാഫിനെ തന്നെ നിങ്ങൾക്ക് കമ്പനി ഏൽപ്പിക്കാൻ പറ്റും. ഈ ക്യാൻ ബി എ CEO, ഈ ക്യാൻ ബി എ മാനേജിംഗ് ഡയറക്ടർ അല്ലെ. അപ്പൊ ഹി വിൽ റൺ ദ ഷോ. എന്താ, when he run the show, എന്നിട്ട് the benefit of that particular company will go to the family members അല്ലെ. അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതാണല്ലോ നമ്മുടെ എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, നമ്മുടെ ഫാമിലി സെക്യൂർ ആവണം. അതാണ് ആദ്യത്തെ മോട്ടീവ്. പിന്നെ അപ്പൊ ആ മോട്ടീവ് വരുന്ന സമയത്ത് ആണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സും കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് ഒരു സക്സഷൻ പ്ലാനിങ് നാളെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ബിസിനസിന്റെ സക്സഷൻ പ്ലാനിങ് ചോദിച്ചാൽ പറയും, ഇല്ല എൻ്റെ മകൻ കാനഡയിൽ പഠിക്കുകയാണ്, എൻ്റെ മകൻ MBBS പോവാണ്, അവൻ എഞ്ചിനീയർ. ഞാൻ ചോദിച്ചത് ബിസിനസിന്റെ സക്സഷൻ ആണ്, അല്ലാണ്ട് ഫാമിലിയുടെ സക്സഷൻ അല്ല അല്ലെ. അപ്പൊ അവരുടെ വിചാരം ഈ ബിസിനസ് വന്നിട്ട് എനിക്കിത് ആരെയും ഏൽപ്പിക്കാൻ പറ്റാത്തത് എൻ്റെ മക്കൾ ബിസിനസ്സിൽ വരാത്തതുകൊണ്ടാണ്. മക്കൾ തന്നെ ബിസിനസ് നടത്താൻ യാതൊരു നിർബന്ധമില്ല. കഴിവുള്ള ആൾക്കാരെ ചിലപ്പോൾ മക്കൾക്ക് ഇത് നടത്താനുള്ള കേപ്പബിലിറ്റിയും കോമ്പിറ്റൻസിയും ഉണ്ടാവണമെന്നില്ല അല്ലെ. ഞാൻ പറയുന്ന ഒരു ഫാമിലിയിൽ വന്നിട്ട് ചേട്ടനിമാര് 2 സ്വഭാവം ഉണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ മകൻ ഉണ്ടാവുന്നത് എക്സ്പെക്ടേഷൻ? നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലുണ്ട്. ചിലപ്പോൾ മകൻ ചിലപ്പോൾ വല്ല എഞ്ചിനീയറോ വല്ല ഒരു എംപ്ലോയി ആയിട്ട് ജീവിക്കാനായി താല്പര്യം ഉണ്ടാവും. രണ്ട് ജേണി എനിക്കറിയുന്ന ഇഷ്ടം പോലെ കമ്പനിയുടെ ഓണ്ടർപ്രണർ ആൾക്കാരുടെ മക്കൾ ഇപ്പോഴും എംപ്ലോയ്മെന്റിൽ ജോലി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അത് താല്പര്യമില്ല, കാരണം അങ്ങനെ ഒരു നടത്തി കൊണ്ടുപോകാൻ. അപ്പൊ ഈ പ്രോസസ്സും കൺട്രോളും ഉണ്ടെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എല്ലാ കമ്പനിയും വാല്യൂ ഉണ്ടാവും. അങ്ങനത്തെ കമ്പനി നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റും. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ അവരെല്ലാം നോക്കുന്നത് ഇത് എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര വാല്യൂ ഉണ്ട് കമ്പനിക്ക് എന്നുള്ള. ഈ ഒരു സംഭവം ആരും അത്ര ഒരു ഫോക്കസ് ചെയ്യാറ്. നിങ്ങൾ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെ VC വരുവാണെങ്കിൽ ആദ്യം അവർ ചെക്ക് ചെയ്യുന്നത് there is a concept called internal financial control. Okay, internal financial control, IFC എന്ന് പറയും. ഐഡിയലി നമ്മുടെ സെയിൽസ്, നമ്മുടെ പർച്ചേസ്, നമ്മുടെ പ്രൊക്യൂർമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസ്, അല്ലെങ്കിൽ ഇൻവെന്ററി, നമ്മുടെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, നമ്മുടെ HR, ഇതെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വന്നിട്ട് there is a process involved അല്ലെ. ഈ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അറിയാൻ പറ്റും എന്താണ് ആ കമ്പനിയുടെ ലാബ്സ്, ഫ്രോഡ് സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ റവന്യൂ ലീക്കേജ് സംഭവിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ഇല്ലാതെ പോകും. ഐഡിയലി ഇതൊക്കെയാണ് നമുക്ക് കൺട്രോൾ വേണ്ടത്. ഓക്കെ, ആ കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് കൺട്രോൾ ഡിസൈൻ ചെയ്തത്. അതിനുശേഷം മാത്രമാണ് ആക്ച്വലി ശരിക്കും ഒരു കമ്പനി ഇന്റേണൽ ഓഡിറ്റ് തന്നെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്, റിസ്ക് കൺട്രോൾ മാട്രിക്സ് ഫിക്സ് ചെയ്യാതെ. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നണം. ഞാൻ പറയാം, എൻ്റെ ഒത്തിരി ഞാൻ പറയും, നമ്മൾ താമസിക്കുന്ന വീട്ടിന് ഒരിക്കലും വാല്യൂ ഇല്ല. ഉണ്ടോ? കാരണം നമ്മളെ വീട് വിൽക്കുന്നില്ല, വിൽക്കും. നമ്മൾ ചിലപ്പോൾ 50 കോടിക്ക് ഉണ്ടാവും ഇൻവെസ്റ്റ് ചെയ്ത് വീടായിരിക്കും, പക്ഷെ ഒരിക്കലും വീട് വെക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പനി ഒരിക്കലും നമ്മളൊരിക്കലും ആർക്കും വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല, നമ്മളൊരു ഇൻവെസ്റ്ററേയും കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്ന ആ കമ്പനിക്ക് വാല്യൂ ഇല്ല. കാര്യം നമുക്കൊരു വിൽക്കാനും ഒരു ഇൻവെസ്റ്ററേയും കൊണ്ടുവരണം എന്ന മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സും കൺട്രോളും ഡിഫൈൻ ചെയ്യത്തുള്ളൂ. ഇല്ലേ, നാളെ വേറൊരാളും വന്ന് എൻ്റെ ചെയറിലിരുന്ന് നടത്തിക്കൊണ്ട് പോകണം എന്ന് പറയും മാത്രമേ ഞാൻ ഈ പ്രോസസ്സും കൺട്രോളും ചെയ്തുള്ളൂ. ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളാരും ചിരഞ്ജീവിയല്ലോ അല്ലെ. ഒരു സമയം നമ്മളെല്ലാവരും കൈവീശി പോകും അല്ലെ. പോകുന്ന സമയത്ത് ഇത് ഏൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ഉള്ള സമയത്ത് നമുക്ക് തോന്നി ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൺട്രോളാണ്. പക്ഷെ ഇവൻച്വലി വന്നിട്ട് ആഫ്റ്റർ എ പോയിന്റ് ഇത് നമുക്ക് ആർക്കും ഏൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ പറയാം, നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴാണ് കൺട്രോൾ ഉള്ള സമയത്താണ്, നമുക്ക് കൺട്രോൾ ഉള്ള സമയത്താണ് കൺട്രോൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രായമായ സമയത്ത് കൊടുത്താൽ കൺട്രോൾ എന്നല്ല പറയാം ആൾക്കാർ. ഞാൻ പറഞ്ഞ ലോജിക്, വെൻ യു ആർ ഹെൽത്തി, വെൻ യു ഹാവ് എ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ, മോസ്റ്റ് കൺട്രോൾ പേഴ്സൺ, ദാറ്റ് ടൈം യു ഷുഡ് ഡെലിഗേറ്റ് ദ കൺട്രോൾ. സോ സ്റ്റിൽ യു ഹാവ് എ കൺട്രോൾ. കാരണം കൺട്രോൾ കൊടുത്താൽ തിരിച്ചെടുക്കാൻ നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം.
അതാണ് കൺട്രോൾ അല്ലേ? കാരണം കൊടുത്ത ആൾ ചിലപ്പോൾ മാറിപ്പോവാം. നമ്മുടെ ടാറ്റന്റെ ഒക്കെ പുള്ളി ഒരു ഇതാണ്. കുഡ് ബി അല്ല, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാനും കൺട്രോൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേറെ ആളെ ഏൽപ്പിക്കണം. കാരണം ഇതൊരു ടെസ്റ്റ് ആണല്ലോ അല്ലേ? എന്നാൽ നമ്മൾ നടത്തിയ പോലെ നടത്തുന്ന നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നോക്കണം നടത്തുന്നത് ശരിയുണ്ടോ ഇല്ലയോ എന്നല്ല. ഇല്ലെങ്കിൽ അത് റിഫൈൻ ചെയ്ത് കൊടുക്കണം, ഗൈഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ബിസിനസ്സിനെ പറ്റി നന്നായിട്ട് അറിയാം. നമ്മൾ പിന്നെയും അതിനെ റിഫൈൻ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതോ. സത്യം പറഞ്ഞാൽ നല്ല ഹെൽത്തിയും നമുക്ക് കൺട്രോൾ ഉള്ള സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവരത് നമ്മളെ ഫോളോ ചെയ്യുക. അതായത് എന്താ തോന്നണമെന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ കൺട്രോൾ ഏൽപ്പിക്കുമ്പോൾ തോന്നണം, അതായത് എനിക്കും കൺട്രോൾ ഉണ്ട്, എനിക്കും കൺട്രോൾ ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് പറയാണ് നീ, അതായത് കൺട്രോൾ എടുക്കുന്ന ആൾ ഒരിക്കലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നരുത്. നമുക്ക് പ്രായമാകുമ്പോഴാണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയാണ്, ഞാൻ സഹായിക്കുകയാണെന്നുള്ള സഹായമായിട്ട് തോന്നുന്നത്. അയാൾക്ക് തോന്നണം ഓക്കെ ഹി ഈസ് ആക്ച്വലി ഡെലിഗേറ്റിംഗ് ആൻഡ് കൺട്രോൾ, ബട്ട് ഹി ഈസ് മോർ കൺട്രോളബിൾ പേഴ്സൺ അല്ലെ? എന്നാലാണ് നമ്മളെ റെസ്പെക്ട് ചെയ്യാം. കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ആക്ച്വലി വന്നിട്ട് ബിസിനസ് ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഓരോ ഇത്രയും ഓണ്ടർപ്രണർ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ ടൈപ്പ് ആൾക്കാരെയും കാണുന്നുണ്ട് അല്ലെ? ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാർ, അല്ലാണ്ട് തീരെ റിസ്ക് എടുക്കാത്ത ആൾക്കാർ, പേടിച്ചോണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അവരുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത് ഉണ്ട്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഒരു ഓണ്ടർപ്രണറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അൺബിലീവബിൾ ആണ്. നമുക്കത് അതും കേരളത്തിൽ ഞാൻ ഒരു 10-14 വർഷത്തോളം ബിഗ് ഫോറിൽ വർക്ക് ചെയ്തിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കൺസൾട്ടിങ് പഠിച്ചത് കേരളത്തിൽ. അയ്യോ കാണുന്നില്ല ആ ഒരു തലച്ചോറ് കേരളത്തിൽ ആ മനസ്സ്. ഒരു എന്റർപ്രണേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റും അവരെ ഒരു ബോഡി ലാംഗ്വേജും അവരെ ഒരു തോട്ട് പ്രോസസ്സും അവരെ ഒരു മെന്റൽ കംപ്ലോഷൻ ഇൻസ്റ്റന്റ് ആണ്, കൂളാണ്, വളരെ കൂളാണ്, ഇൻസ്റ്റന്റ് ആണ്. അതത് വന്നാലും ഞാനത് കണ്ടോളാം. ഭയങ്കര ഇൻസ്റ്റന്റ് ആണ്. അവർക്ക് അവരെ കിക്കനെ അവർ വരട്ടെ എന്നുള്ളതാണ് ഇഷ്യൂസ്, പ്രോബ്ലംസ് വരുമ്പോ നോക്കാം. ഇതില് കാരണം അവരുടെ വന്ന ജേർണി ഉണ്ടല്ലോ, അതിലും വേഴ്സ് ജേർണിയിൽ കൂടി വന്ന പാകപ്പെടുത്ത ആൾക്കാരാണ്. ദേ ഹാവ് സീൻ ദ ലോസ്, ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്, അപ്പം മറ്റേ കളവ് പോയിട്ടുണ്ടാവും, പറ്റിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറ്റിക്കപ്പെട്ട ആൾക്കാർ ഭയങ്കര പവർഫുള്ളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് നടത്തിയിട്ട് പാർട്ട്ണർഷിപ്പ് നടത്തി നമ്മൾ ഫെയിൽ ആവണം ബിഗിനിങ്ങിൽ. ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് ഫെയിലിയർ. ഓക്കെ, കാരണം നമ്മുടെ സമയം പോയി, നമ്മുടെ പൈസ പോയി, നമ്മുടെ എനർജി പോയി. അങ്ങനെ ഈ അടി കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, അവര് കുറച്ചും കൂടി മറ്റേ കൺസർവേറ്റീവ് അല്ല, അവർ കുറച്ചും കൂടി അഗ്രസീവ് ആയി. ഇന്ന് രാവിലെ എൻ്റെ ഒരു ക്ലയൻറ്റ്, ആള് സിംഗപ്പൂരിലാണ്. ആളെ എന്നോട് പറഞ്ഞ, ശ്രീത്തെ നമ്മൾ കുറേ കള്ളന്മാരുടെ കൂടെയും ട്രാവൽ ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് കള്ളത്തരം പിടിക്കാൻ പറ്റൂ. കാരണം അവരുടെ കൂടെയും പാർട്ട്ണർഷിപ്പ് നടത്തണം. കാരണം എല്ലാവരും നല്ല ആൾക്കാരുടെ കൂടെ മാത്രം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കും വന്നിട്ട് ഇതെല്ലാം ശരിയാണ്. നമ്മൾ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെയും ട്രാവൽ ചെയ്യണം. അവരുടെ കുറേ മൈൻഡ് സെറ്റ്, അവർ വളരെ ഓപ്പൺ ആവും, അവർ സംസാരിക്കുക, അവരെന്തൊക്കെ ഇതൊക്കെ ചെയ്യുന്ന വെച്ചാൽ അത് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വരും. നല്ല തോട്ടം, പക്ഷെ റിസ്കി തോട്ടം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പക്ഷെ പുള്ളി പറഞ്ഞ അതിൽ നിന്ന് കിട്ടുന്ന പാഠം ഉണ്ടല്ലോ, അത് പൈസ കൊടുത്താൽ കിട്ടില്ല, കാശ് കൊടുത്താൽ കിട്ടില്ല. പുറത്ത് റസൽ ഭാഗ്യ ഇതിനെ കുറിച്ച് എന്താ പറയുക? ഇപ്പം നമ്മൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഇവിടെ നമ്മുടെ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പം നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പം ഒരാൾ വരുമ്പം എങ്ങനെയാണ് എന്താ പറയുക, ഇപ്പം കുറേ സംസാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന കുറേ ആളുകളുണ്ട്. അതേപോലെ വളരെ ഇപ്പം പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ശരിക്കുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ അധികം സംസാരിക്കലില്ല. അവർ എന്താണോ അവരെ ശരിക്കുള്ള സംഭവങ്ങൾ പറയാനില്ല. എന്താ നിങ്ങളൊരു എക്സ്പീരിയൻസിൽ അങ്ങനത്തെ അനുഭവങ്ങൾ കാര്യങ്ങൾ? എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നതല്ല, കൂടുതൽ മില്യൺസ് അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെപ്പോഴും നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ആൾക്കാരാണ്. മനസ്സിലായില്ല? അപ്പോൾ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടെയ്നറിന്റെ കഥ പറഞ്ഞ ആൾക്കാർ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ചോദിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് പറയുമ്പോ വലിയ കണ്ടെയ്നർ വരുന്നുണ്ട്, മില്യൺസ് മറിയുന്നുണ്ടൊക്കെ പറയുമ്പോൾ പ്രാക്ടിക്കലി എന്താണ് അത് കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ കൂടുതൽ ചില ആൾക്കാർ പറയുമായിരിക്കും, പക്ഷെ അവർ 90% കണ്ടത് ഈ ഒരു അനുഭവമാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ ഇരുത്തം വന്നാല് സീസൺ ആയിട്ടുള്ള ബിസിനസ് അവരധികം ഒരു കണ്ടന്റ് കമ്പോസ് അല്ലേ, അവരങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യാൻ പറ്റും. അത് നേരെ തിരിച്ചുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നേരെ തിരിച്ചുള്ള
ഒരാൾ ഒരു പുല്ലിന്റെ കച്ചവടമാക്കി, ഈ മറ്റേ ഈ കാറ്റൽ ഫീൽഡിൽ പുല്ല് കൊടുക്കുന്നത്. അപ്പൊ അയാൾ വന്നപ്പോ സാധാ ഒരു അഴുകിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾ വന്നു. നമ്മള് കമ്പനി ഓപ്പൺ ചെയ്ത് കൊടുത്തു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോഴാണ് അയാളുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയത്. മില്യൻസ് ആണ് അയാളുടെ ബാലൻസ്. അപ്പൊ ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റൂല ആരും. ഇതന്നെയാണോ ഇപ്പം നമ്മുടെ ഒരു സ്റ്റാഫിന്റെ കേസിലായാലും അങ്ങനത്തെ അനുഭവങ്ങളാണ്? അങ്ങനെയാണോ ഒരു ഇപ്പം നമ്മൾ അതിന്റെ അക്കൗണ്ട്സ് ആണ് അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു ടാസ്ക് കൊടുത്തിരുമ്പോൾ മനസ്സിലാക്കും അവർക്ക് വർക്ക് അറിയില്ല എന്നുള്ളത്. പക്ഷേ സെയിൽസിന്റെ കേസിൽ അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളാണോ? സെയിൽസ് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓരോ സ്റ്റൈലാണ് ഓരോ. സാറിന്റെ ഒരു എന്താണ് ഏത് വിഷയത്തിലാണ് ഈ മറ്റേ ഓണ്ടർപ്രണേഴ്സിന്റെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സാറിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണോ? ഇപ്പം ചില ഇവിടെ തന്നെ സാറ് കമ്പനീസ് കാണാം. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ അവരെ ഒരു പബ്ലിക് ഇമേജ്, ഒരു സെലിബ്രിറ്റി, ഇപ്പം ചില റെസ്റ്റോറൻറ്റ്സ് നമ്മൾ കാണാം. ഓക്കെ, പക്ഷേ നേരത്തെ സാർ പറഞ്ഞ പോലെ അവരൊരു വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് ഒരു വ്യക്തമായിട്ട് അവരുടെ സ്റ്റാഫിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഇഷ്ടമല്ല നമുക്ക് അത് കാണുമ്പോഴേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ അതൊരു ടിപ്പിക്കലി ഓരോരുത്തരുടെയും റോൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഐഡിയലി ആ കമ്പനി പോയി ഓരോ ലെവലിൽ നമ്മൾ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത്, ആൾക്കൊരു റോള് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആൾ ഒരു ഫിനാൻസ് മാനേജർ ആയിരിക്കാം, ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു സെയിൽസിന്റെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആയിരിക്കാം. അപ്പോൾ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ ആളോട് നമ്മൾ ചോദിക്കുകയാണ്, സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാർ എന്തൊക്കെ ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി അയാൾ ചെയ്യുന്ന ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ എഴുതും. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്, രാവിലെ മുതൽ ഇന്ന് നാളെ എന്താ സാധനം. അപ്പോൾ ബേസിക്കലി ആളുടെ പ്ലാന്, ആളുടെ വിഷൻ, ഇവരുടെ എല്ലാവരുടെയും കാണുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര ഷോർട്ട് ടേം പ്ലാൻ, ഡെയിലി പ്ലാനേ ഉള്ളൂ. അതായത് ഞാൻ ചോദിക്കും, സാർ നാളെ എന്താ പ്ലാൻ, മറ്റന്നാൾ എന്താ പ്ലാൻ, ഒരാഴ്ച വരെ പ്ലാൻ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ ആക്ച്വലി അടുത്ത വീക്ക് എന്താ സാറിൻ്റെ പ്ലാൻ, സ്ലോ ആയി, സോറി ഓക്കെ, തേർഡ് വീക്ക് സാറിൻ്റെ പ്ലാൻ എന്താ. അപ്പോൾ ഒരു മാസം ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് തേർഡ് വീക്ക് പ്ലാൻ അയക്കുന്നില്ല, മനസ്സിലാ തേർഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾക്ക് വിഷൻ ഇല്ല. ആ വിഷൻ കിട്ടാത്ത സമയത്ത് നമുക്ക് മനസ്സിലായി ആൾക്ക് പ്ലാൻ ഇല്ല, ആൾക്ക് കൃത്യമായിട്ട്. കാരണം അപ്പം ടെക്നിക്കൽ ആളോട് GD വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ നോർമലി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റുട്ടീനായിട്ട് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഓക്കെ, അപ്പം സാറിൻ്റെ GDയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ ഈ ഒരു ഏരിയ, അത് സാർ എപ്പോൾ ചെയ്യാനാ പ്ലാൻ? അത് ഫ്രീ ആണ് ടെക്നിക്കലി, അല്ല നമ്മൾ ചോക്കുന്ന ആളുടെ ഫ്രീ ആണ്. അപ്പം മെന്റലി ആളെ വന്നിട്ട് ആളുടെ GD ഓർമ്മിപ്പിക്കലാണ് നമ്മുടെ പണി. എത്ര പേരാണ് GD വെച്ച് വർക്ക് ചെയ്യുന്നത് അല്ലെ? ഈ GDയിലുള്ള കഴിവുള്ള ആൾക്കാരാണ് വേണ്ടതെന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഴിവുകേടല്ല കേട്ടോ, ഇത് ടെക്നിക്കലി ലീഡർഷിപ്പിന്റെ കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ നേരത്തെ സാർ നമ്മൾ സംസാരിച്ച സാർ പറഞ്ഞിരുന്നല്ലോ, ഇതേപോലെ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു കേസ് പറഞ്ഞല്ലോ, വലിയൊരു സെലിബ്രിറ്റി ഷെഫാണ്. പക്ഷെ ആ ഒരു സർവീസിന്റെ ഇതിൽ എനിക്ക് തോന്നുന്ന വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ, നമുക്ക് പേര് പറയണ്ട, പേര് പറയണ്ട. ഞാൻ ഇന്നലെ രാത്രി ഒരു ക്ലയന്റുമായിട്ട് വളരെ അറിയേണ്ട ഒരു മെസ്സേജ് ആട്ടോ. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഒരു ക്ലയന്റിലൂടെ ഡിന്നറിന് പോയി. വളരെ ക്ലയന്റ് പറഞ്ഞത്, സാർ ഞങ്ങൾക്ക് ഇവിടെ, അദ്ദേഹം എനിക്ക് 2 ഓപ്ഷൻ പറയാണ്, ഇവിടെ പോകണോ സാർ ഇവിടെ പോകണം. ഐ എം വെരി ന്യൂ ടു ദുബായ്, എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബർഗർ താമസം പറഞ്ഞ് ഇത് 2 ഓപ്ഷൻ, 2 നല്ല റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ പറഞ്ഞു എനി വേർ ഇറ്റ്സ് ഓക്കെ സാർ. ആള് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനി വേർ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ആള് സാർ വൈൻ കഴിക്കുമോ? ഞാൻ പറഞ്ഞു ഐ ട്രൈ, ഐ ഗിവ് എ കമ്പനി, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ പോകുന്നു. ഓക്കെ, തപ്പി പിടിച്ചിട്ട് അവിടെ പോകുന്നു. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളിൽ ഇതിനു മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, പുള്ളിക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി എന്നെ അവിടെ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ആകെ ആരും തന്നെ ഇല്ല കേട്ടോ, അത്യാവശ്യം സ്പേഷ്യസ് റെസ്റ്റോറൻറ്റ്, ആകെ ഒരു ജസ്റ്റ് ഒരു ഫാമിലി മാത്രമുണ്ട്. ഞങ്ങളൊരു കോർണറിൽ പോയിരുന്നു. ഇറ്റ്സ് എ പാത്തറ്റിക് സർവീസ്, അൺബിലീവബിൾ പാത്തറ്റിക് സർവീസ്. അതായത് ഓരോ സമയങ്ങളിൽ നമ്മളിങ്ങനെ കൈ കാണിക്കണം, ആളുണ്ടോ, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന്. അതായത് ആരും തന്നെ അറ്റൻഷൻ തരുന്നില്ല, ആരും നോക്കുന്നില്ല. സ്റ്റാർട്ടർ കഴിച്ചു, പ്ലേറ്റ് അവിടെ തന്നെ, അവസാനം ഈ പ്ലേറ്റ് മാറ്റി വേറെ. ഇതൊന്നും നോർമലി വന്നിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എക്സ്പീരിയൻസ്, അത് ഇത്രയും വലിയ ആളുടെ സൈഡ് ഫുൾ ആളുടെ ഫോട്ടോ, ഈ സെലിബ്രിറ്റിയുടെ ഫോട്ടോ. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്നെയും കൊണ്ടുവന്നു. പുള്ളി ഭയങ്കരമായിട്ട് അവിടെ ഭയങ്കര ഇതായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
നമുക്കൊരു വ്യക്തിയുടെ ബ്രാൻഡിൽ ഒരു പർട്ടിക്കുലർ സർവീസ് കൊടുക്കുമ്പോഴേ പക്ഷെ ആ വ്യക്തി നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്ന ആളായിരിക്കും കേട്ടോ. അയാൾ ചിലപ്പം അന്നത്തെ ദിവസം ഫ്ലോറിൽ ഉണ്ടായിരുന്നെങ്കിൽ മേബി ആ മൊത്തം ആംബിയൻസും ആ ഒരു സർവീസൊക്കെ മാറും, ആളുടെ വിഷൻ ആയിരിക്കാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നിൽക്കുന്ന ഒരു 6 സ്റ്റാഫ് അവരുടെ യങ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ ആർക്കും പ്രോപ്പർലി ട്രെയിൻ കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം 6 പേര് വരുമ്പം അദ്ദേഹത്തിന്റെ ബ്രാൻഡാണ് അവിടെ ഡാമേജ് ആയത്. കാരണം പക്ഷെ ഇദ്ദേഹം എന്ന് പറയുമ്പം ഫുഡും വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ഫുഡ് ഓൾസോ വെരി നോർമൽ. അപ്പൊ ഞാൻ പറയാവുന്നത്, നമ്മൾ ഒരു ഫ്ലോറിൽ നിന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ സൂപ്പറാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്, ആസ് എൻ ഓണർ എവ്രിബഡി വിൽ സേ ലൈക്ക് ദാറ്റ്, അല്ലെ? യു ആൻഡ് മീ വിൽ സേ ദാറ്റ്, ഓക്കെ ഇറ്റ്സ് our baby. എൻഡ് ഓഫ് ദി ഡേ ഇത് ഈ പറഞ്ഞ പ്രോഡക്റ്റും ഈ പറയുന്ന സർവീസും കൺസ്യൂം ചെയ്യുന്നത് കസ്റ്റമറാണ്. ആ കസ്റ്റമർ കൺസ്യൂം ചെയ്യുന്ന സ്ഥലത്ത് നമ്മളില്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിക്കുമ്പം എന്റെ കുറെ സ്റ്റാഫ് വേറെ സ്ഥലത്തും നിങ്ങളുടെ കുറെ സ്റ്റാഫ് വേറെ സ്ഥലത്തുനിന്നും നമ്മുടെ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അവരെങ്ങനെ സർവീസ് ചെയ്യുന്നത്, എങ്ങനെ ഡീൽ ചെയ്യുന്നത് നമുക്കറിയോ? ഇല്ല. നമ്മളിപ്പോ സംസാരിച്ചു അവരാണ് സർവീസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ആ വാവ് എക്സ്പീരിയൻസും ആ പറയുന്ന എക്സൈറ്റ്മെന്റും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമറാണ്, ആരിൽ കൂടി? നമ്മുടെ സ്റ്റാഫിൽ കൂടി. അപ്പൊ നമ്മുടെ എക്സൈറ്റ്മെന്റ് നമ്മുടെ താഴത്തെ ലെവൽ റിസോഴ്സിൽ എത്തിയില്ലെങ്കിൽ ഐഡിയലി എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് ആദ്യം പറഞ്ഞ വാവ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അല്ലെ? കസ്റ്റമർ ചിലപ്പോൾ നമ്മളോട് നേരിട്ട് പറയത്തില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് അദ്ദേഹത്തിനോട് ആരും നേരിട്ട് പറയോ? ഇല്ല. അദ്ദേഹത്തിന് അറിയോ ഇന്നത്തെ ദിവസം അവിടെ അങ്ങനെയാണ് സർവീസ് കൊടുത്തത്? അതിലാണ് സാർ നേരത്തെ പറഞ്ഞ ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മളെ ആ ഒരു ഫീഡ്ബാക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പോ മലയാളികൾ ഒരു പൊതുവേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്. അതാണ് കൂടുതൽ ഇത് കൊണ്ടുവരാം, അല്ലെ? പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ ഈ ഒരു ലോകത്തിൽ ഒരു 100 ബ്രാൻഡ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്ര പേരാണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്? ഇല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ ഒരാളെ ഇത് കേട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു റെഫർ ചെയ്ത് നോക്കി. ഒരു 100 ടോപ്പ് 100 വരുന്ന ഒരു കമ്പനിയും എന്ത് ചെയ്തിട്ടില്ല, പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ അല്ല വളർന്നത്. അത് ഈ സാറ് പറഞ്ഞ പോലത്തെ പ്രോസസ്സിങ്ങിലൂടെയും എന്താ പറയാ ആ ഒരു പ്രോസസ്സിങ് സിസ്റ്റത്തിലൂടെ ആക്ച്വലി നമുക്കൊരു ബ്രാൻഡ് കേട്ട് കഴിഞ്ഞാലോ ആ ബ്രാൻഡിന്റെ ഓർമ്മ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തിയുടെ മുഖം വരാൻ പാടില്ല. അതാണ് ഒരു വ്യക്തിയുടെ മുഖം വരാം. ആ വ്യക്തിയുടെ മുഖം വരുവാണെങ്കിൽ ആ വ്യക്തി നാളെ ഇല്ലെങ്കിൽ, ഞാനത് പറഞ്ഞു, നമ്മളൊന്നും ചിരഞ്ജീവികളല്ല. എന്തായാലും 46 വയസ്സായി, ചിലപ്പോ ഒരു 10 5 ആർക്കറിയാം, അല്ലെ? ചിലപ്പോ ഇത് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. ഇത് പറഞ്ഞു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പേഴ്സണലി ഡാമേജ് സംഭവിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എന്തെങ്കിലും റീസെന്റ് ഒരു വലിയൊരു ബിഗ് ചെയിനിന്റെ അതേപോലെ പുള്ളിന്റെ ബ്രാൻഡിന്റെ കംപ്ലീറ്റ് ഇപ്പൊ പുള്ളി അത് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? ചില ആളുകൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടുതൽ മലയാളികളുടെ ഇടയിൽ ഒരു സംഭവം എന്റെ മുഖം ആ ഒരു ബ്രാൻഡിൽ വരണം, മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, ഒന്ന് ഓഫ്കോഴ്സ് നമ്മളെല്ലാം വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ, ഒരു പേഴ്സണൽ ബ്രാൻഡിങ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഈ പറയുന്ന ബ്രാൻഡിങ് കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ആണ് ഇതുവഴി നടക്കുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ്. നമുക്ക് സെലിബ്രിറ്റിയുടെ ആവശ്യമില്ല. ഇന്ന് ഇൻസ്റ്റാഗ്രാം വഴി പല സ്ഥലങ്ങളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു മീഡിയം ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുണ്ടാവും. നമ്മളിത് എന്തുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ തന്നെ ഈ ഷൂട്ടിന് മുമ്പ് നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചു ഇതേ വിഷയം, അല്ലെ? അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നും കേൾക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ, അതേസമയം നമ്മളിങ്ങനെ ഒരു ഷൂട്ടോട് കൂടി ചെയ്യുമ്പോൾ അത് ഒരുപാട് ജനങ്ങളിലേക്ക് സാധനത്തുന്നു, അല്ലെ? അപ്പം പേഴ്സണൽ ബ്രാൻഡിങ് ടു ദ എക്സ്റ്റെന്റ് റെലവെന്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിങ്ങിന് ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഓക്കെ നമുക്ക് നമ്മുടെ തന്നെ ഒരു നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഇവിടെ ശ്രീജിത്ത് കുനിയിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് റെലവൻസ് ഇല്ലാണ്ടാവണം. ശ്രീജിത്ത് കുനിയിൽ എന്നുള്ള വ്യക്തിയിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം, അല്ലേ? എനിക്കൊരു 10 കമ്പനി ഉണ്ട്. ഒരു കമ്പനിയിലും ശ്രീജിത്ത് കുനിയിൽ എന്നുള്ള പേരോ റെഫറൻസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പ്രവാസി ടാക്സ്, ക്യാപിറ്റൽ, ഫിൻടാക്സ് ജോബ്, ഫിൻടാക്സ് മാൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പേരിടുന്നത്. അപ്പോൾ പേരിടുമ്പം അത് കസ്റ്റമറിന്റെ പേരായിരിക്കണം, എൻ്റെ പേരാവരുത്. ഒരു കമ്പനിക്ക് പേരിടുമ്പം ആ ടാർഗറ്റ് ഓഡിയൻസ് അപ്പൊ തോന്നണം ഇത് എൻ്റെതാണെന്ന്, ഈ ബ്രാൻഡ് എൻ്റെതാണെന്ന് കസ്റ്റമർക്ക് തോന്നേണ്ടത്. അല്ലാണ്ട് ഈ കമ്പനി എൻ്റെതാണെന്ന് ഞാൻ കസ്റ്റമറോടല്ല പറയേണ്ടത്. വിത്തന്നെയും
ഞാൻ പറഞ്ഞ ലോജിക് മനസ്സിലായി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പേരിടുമ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു 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 പേര് പറയുന്നില്ല, കേരളത്തിൽ പുള്ളിക്കൊരു 8 കമ്പനി ഉണ്ട്. 8 കമ്പനിയും വന്ന് എൻ്റെ അടുക്ക വന്ന സമയത്ത് പുള്ളി പറഞ്ഞു, സാറേ ഞങ്ങൾ ഇത് മൊത്തം കൺസൾട്ടേഷൻ കാര്യം ചെയ്തു, പക്ഷേ നമുക്ക് ഇൻവെസ്റ്റർ ഒന്നും കിട്ടുന്നില്ല. അപ്പം പേര് പറഞ്ഞപ്പം എല്ലാ കമ്പനിയിലും വന്നിട്ട് ആരുടെ മകൻ്റെ പേരും ആരുടെ പേരും വൈഫിൻ്റെ പേരും അയാളുടെ പേരും എല്ലാം ഉണ്ട്. മൊത്തം ഫാമിലി പേരുണ്ട് കമ്പനിയിലെല്ലാം. ഞാൻ പറഞ്ഞു, സാറ് വിൽക്കാനുള്ള ഒരു കമ്പനിക്ക് ആരെങ്കിലും വൈഫിൻ്റെയും മക്കളെയും പേരിടും? ഞാനൊരു കമ്പനിക്ക് പേരിട്ട് ആ കമ്പനി നാളെ വിൽക്കാനോ അല്ലെങ്കിൽ ഷെയർ കൊടുക്കണോ, ഞാനെങ്ങനെ അതിൻ്റെ ഫാമിലിൻ്റെ പേരിടാൻ പറ്റുക? കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ദാറ്റ് ബിലോങ്സ്. അതുകൊണ്ടാണ് വന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മൾട്ടിനാഷണൽ കമ്പനികൾക്കുടെ ആരും തന്നെ ഒരിക്കലും പ്രൊമോട്ടറുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിൻ്റെ പേരോ ഒന്നും ഉണ്ടാവാറില്ല. അത് അവർ, കാരണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതിനെ ഒരു കൺസൾട്ടേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏത് സാധനത്തിന് കാണുന്നാൽ അതിനെങ്ങനെ വാല്യൂ ഉണ്ടാക്കാം എന്നതാണ്. ഒരു ബിസിനസ്സിൽ വാല്യൂ എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ മിസ് ചെയ്തൊരു കാര്യം, ഫീഡ്ബാക്ക്. അതെ അതെ, ഫീഡ്ബാക്ക് അത് വളരെ റെലവൻ്റ് ആണ്. അപ്പം നമ്മൾ നോർമലി ഒരു കസ്റ്റമറിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി വന്നിട്ട് വി ഷുഡ് സെൻഡ് എ ഫീഡ്ബാക്ക് ഫോം. നമ്മൾ എടുക്കുന്ന ഫീഡ്ബാക്ക് ഫോം എങ്ങനെ എടുക്കുക? റേറ്റിംഗ് ആണ്. സാർ നല്ല റേറ്റിംഗ് തന്നെ. നമ്മൾ ശരിക്കും സർവീസ് സെക്ടറിലായാലും ശരി, നമ്മൾ എടുക്കേണ്ട ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഹൗ വി വെന്റ് റോങ്. ഞാൻ ചോദിക്കാറുണ്ട് എന്നോട്, സാർ എങ്ങനെ സർവീസ് എങ്ങനെയായിരുന്നു, സൂപ്പറായിരുന്നു, എനി സജഷൻസ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മൾ അറിയണമല്ലോ. വി ഷുഡ് നോ വാട്ട് മിസ്റ്റേക്ക് വി ഡിഡ്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഓണ്ടർപ്രണർ സർവീസ് നേരിട്ട് നമ്മളിൽ കൂടി നമ്മുടെ റിസോഴ്സ് ആണ് ആ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഫീഡ്ബാക്ക് ഫോം മസ്റ്റ് ആയിരിക്കണം. കാര്യം നമുക്ക് കൃത്യമായിട്ട് ചോദിക്കണം, എൻ്റെ ഈ പറയുന്ന ആള് ഫോൺ വിളിച്ചെടുത്തിരുന്നു, ആള് കോമ്പീറ്റൻ്റ് ആയിരുന്നോ, ടെക്നിക്കലി ആൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് സൊല്യൂഷൻ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഇതെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നത്, ക്ലയൻറ്റിന് തോന്നുന്നു നമ്മൾ ജെനുവിൻലി വി വാണ്ട് ടു. കാരണം നമുക്ക് അയാൾ ചിലപ്പോൾ നെഗറ്റീവ് പറയുമായിരിക്കും, ലെറ്റ് ഇറ്റ് ബി, നോ പ്രോബ്ലം അല്ലേ? കാരണം ആ നെഗറ്റീവ് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയാണ് നെഗറ്റീവ് തന്നിരിക്കുന്നത്, വൈ ഹി ഗീവ് സച്ച് റേറ്റിംഗ് ടു യു, വൈ ഈസ് ഫീഡ്ബാക്ക്. അത് നമ്മൾ 1-2 റേറ്റിംഗ് അല്ല, കൃത്യമായിട്ട് അയാൾ എഴുതി പറയും. ഓക്കെ, എന്താണ് കാരണം നമ്മുടെ ഫോർമാറ്റ് തന്നെ വന്നിട്ട് നെഗറ്റീവാണ്. അല്ലാണ്ട് നമുക്ക് നല്ല സാർ ഞാൻ സൂപ്പറായിട്ട് ജോലി ചെയ്ത് സാർ ഒരു 5 റേറ്റിംഗ് തരണം എന്നല്ല. കാരണം നമ്മളെപ്പോഴും റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നോർമലി നിങ്ങൾ ചോദിച്ചോ, റേറ്റിംഗ് പറയുമ്പോൾ ഈവൻ സർവീസ് ബാഡ് ആയാലും അവർ ഓക്കെ ഗുഡ് 4 റേറ്റിംഗ് നമ്മൾ ക്ലയന്റിന്റെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്, സാർ എനിക്ക് റേറ്റിംഗ് തരും. നമ്മൾ ഒരാളെ ഇപ്പൊ എന്താ പറയുക, ഓക്കെ പോട്ടെ കുഴപ്പമില്ല സാർ നല്ല റേറ്റിംഗ് തന്നെ. കാരണം നമ്മൾ നോർമലി ബിഹേവ് ചെയ്യുന്നത് നീ നല്ല റേറ്റിംഗ് എടുത്താൽ നിനക്ക് ഇൻസെന്റീവ് കിട്ടും എന്ന ഒരു അപ്രോച്ച് തന്നെ തെറ്റാം. കാരണം ഇവൻ എല്ലാ ക്ലയന്റിനോടും മറ്റേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പറയും, സാർ നല്ല റേറ്റിംഗ് തരണം. നെഗറ്റീവ് ഇതാണ്. കാരണം സാർ നല്ല റേറ്റിംഗ് തരണം, ഇവന്റെ സ്വഭാവം വെച്ചിരുന്ന. പക്ഷെ സർവീസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് എല്ലാ റിസോഴ്സും തോന്നും ക്ലയന്റിന് നന്നായി സർവ് ചെയ്യാൻ. കാരണം എനിക്ക് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കിട്ടും. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്നാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് വന്നിട്ട് നോർമലി വന്നിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് ഫീഡ്ബാക്ക് പറയത്തില്ല. വെൻ യു ആസ്ക് ഫോർ എ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, അത് നമ്മൾ കൾച്ചറലി നമ്മുടെ ഓഫീസ് സിസ്റ്റത്തിലും വേണം. കാരണം നമ്മൾ ഒരു ഫാമിലി പോലെ ഒരു ഓഫീസ് നടത്തുമ്പോഴേ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയിരിക്കും. ഈ ഫ്രണ്ട്ലി എൻവയോൺമെന്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരാള് വർക്ക് ചെയ്ത് മോശമായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ സ്വഭാവം മോശമായിരിക്കാം, അവന്റെ ബിഹേവിയർ മോശമായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ സംസാര രീതി മോശമായിരിക്കാം, ഇല്ലെങ്കിൽ അവൻ വേറെ വരുന്ന സമയം പോകുന്ന സമയം അവൻ ഫോണിൽ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തോന്നും അത് ശരിയല്ല എന്ന്. പക്ഷെ നമ്മൾ പറയില്ല. കാര്യം വി കീപ്പ് എ ഫ്രണ്ട്ലി റിലേഷൻ. കാരണം നാളെ ഇവനോട് പറഞ്ഞ് ഇവനെ എന്ത് വിചാരിക്കും, ഇവനുമായിട്ട് ഞാൻ പിന്നെയും കാണേണ്ടതാണ്, ഇവനായിട്ട് ഞാൻ ഇപ്പോഴും അസോസിയേറ്റ് ആണ്. അപ്പം നമ്മൾ ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് സമയത്ത് ടെക്നിക്കലി നമ്മൾ ഒരിക്കലും ഫീഡ്ബാക്ക് കൊടുക്കില്ല. അല്ലെ, നമ്മുടെ മുന്നിൽ ഒരാൾ സ്ട്രഗിൾ ചെയ്യാണ്, ഞാൻ പറയുന്നത് അങ്ങനെയാണ്, നിന്റെ മുന്നിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, എന്നിട്ട് നീ ഫീഡ്ബാക്ക് കൊടുക്കാത്തത് കൊണ്ട്, കാരണം അവൻ വളരില്ല. കാരണം അവനോട് പറഞ്ഞാൽ മതി, കാരണം അവൻ അറിയില്ല. അത് എൻ്റെ ഒരു എനിക്ക് ചോദിക്കാൻ ക്വസ്റ്റ്യൻ. അതായത് ബിസിനസ്സിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും പാർട്ണർഷിപ്പായിട്ടും അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ടും കൊണ്ടുവരുന്ന സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഓക്കെ, പലരും പറയും നെവർ ഡു ബിസിനസ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയും. ഓക്കെ, സാറിൻ്റെ ഒരു ടേക്ക്? അല്ല, ഇറ്റ് ഡിപ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫാമിലി ആയതുകൊണ്ടോ ഫ്രണ്ട് ആയതുകൊണ്ടോ ഒരു വ്യക്തിയുടെ കഴിവിനെ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യാൻ പാടില്ല. കഴിവുള്ള ആളുണ്ടാവും അല്ലേ, നമ്മൾ ലോയൽ ആയിരിക്കാം, നമ്മളുമായിട്ട് വളരെ കമ്മിറ്റഡ് ആയിരിക്കാം, നമുക്ക് വി ക്യാൻ ഓൾവേസ് ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദോസ് പീപ്പിൾ, ഓൾവേസ് ഗിവ്. പക്ഷെങ്കിൽ ഫാമിലി എന്ന് വരുന്ന സമയത്ത് അകത്ത് വരുമ്പം ആകെ ചെക്ക് ചെയ്യേണ്ടത് ആരെയാണോ കൊണ്ടുവന്ന ഫാമിലി, ആൾക്ക് കൊടുക്കുന്ന സ്പേസ്, ആ സിസ്റ്റത്തിൽ കൊടുക്കുന്ന സ്പേസ് ഒരിക്കലും വേറൊരു സ്റ്റാഫിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആവരുത്.
വേറെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്മാർട്ടായിട്ട് ഇന്റലിജന്റ് ആയിട്ട് നല്ല, കാരണം അവന് തോന്നും വന്നിട്ട് ഇയാളുള്ളത് കൊണ്ട് ഫാമിലി മെമ്പറാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല, പോയി പറയും, അവിടെ പോയി പറയും. അപ്പൊ നമ്മള് അവിടെ ഏറ്റവും അതിനെ കോൺസെപ്റ്റ് വൾണറബിൾ ട്രസ്റ്റ് എന്നാ പറയാം. ട്രസ്റ്റ് മാത്രമല്ല വൾണറബിൾ, അതായത് യു ബി വെരി നേക്ഡ് ട്രസ്റ്റ്. അതായത് നമ്മളാണ് താഴെ വരേണ്ടത്. ആരാണോ ഈ ഓണ്ടർപ്രണർ, ആരാണോ ലീഡർ, അദ്ദേഹം താഴെ വന്നിട്ട് പറയണം യു ഷുഡ് ആക്ച്വലി വന്നിട്ട് ഈ പറയുന്ന ഫാമിലി മെമ്പർ എന്ന് പറയുന്ന ആളെ യു ട്രീറ്റ് ലൈക്ക് എ നോർമൽ പേഴ്സൺ. ഓക്കെ, ഫാമിലി പുറത്താണ്, വീട്ടിന്റെ ഓഫീസിന്റെ പുറത്താണ്, ഓക്കെ, അകത്ത് ഈസ് എ നോർമൽ പേഴ്സൺ. ഓക്കെ, അപ്പൊ ആ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മളൊരു അവിടെയാണ് ഈ പ്രോസസ്സും കൺട്രോളും വരുന്നത്. ഈ ഫാമിലിയിൽ വന്നിട്ട് പ്രോസസ്സും കൺട്രോൾ വന്നാൽ ചിലപ്പം ഇതിൽ തന്നെ 10 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 4 പേര് വന്നിട്ട് മറ്റേ എന്താ പറയാ വളരെ ബോസി ബിഹേവിയർ ആയിരിക്കും ഈ പറയുന്ന ആളോട്. അപ്പൊ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് നമുക്കൊരിക്കലും അറിയില്ല. കാരണം നമ്മുടെ നല്ല കഴിവുള്ള 5 സ്റ്റാഫ് ഉണ്ടാവും അല്ലെ, അവൻ 10 വർഷമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ 4 പേരെ കൊണ്ടുവന്നിട്ട് ആളുടെ ആ ഒരു ബോസി നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കാരണം ഞാനാണ് ഇതിന്റെ ഓണറിന്റെ മകനാണ്, അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടോ. അപ്പൊ അത് കൾച്ചറൽ ഇഷ്യൂ ആണ്. ആ കൾച്ചറൽ ഇഷ്യൂ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പറഞ്ഞ ടാലന്റിനെയും കൊണ്ടുവരാൻ പറ്റും, ടാലന്റ് ഇല്ലാത്ത ആൾക്കാർ പുറത്തു പോകാനുള്ള വഴിയും കാണിച്ചു കൊടുക്കണം. ഈ രണ്ടും ഉണ്ടാകണം. അതായത് 5 പേരെ കൊണ്ടുവന്ന് ഏത് സിസ്റ്റത്തിൽ അങ്ങനെയാ, നിങ്ങൾ നോക്കിക്കോ, ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ടാലന്റ് ഉണ്ടാവും, 6 പേര് ടാലന്റ് ഉണ്ടാവില്ല. 6 പേരെ നമ്മൾ പിന്നെയും ട്രെയിൻ ചെയ്യും, അതിൽ 3 പേര് പിന്നെയും നല്ല എംപ്ലോയി, 3 പേര് പടം തിരിച്ചു പോകും. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഓഫീസിൽ എടുക്കുന്ന സമയത്ത് 3 ഓപ്ഷനാണ്. യു ക്യാൻ റൺ, യു ക്യാൻ വാക്ക്, യു ക്യാൻ സ്റ്റാൻഡ്. ഓക്കെ, യു ഡിസൈഡ്. ഞാൻ ആരെയും ഉണ്ടി തള്ളാറില്ല. വേണമെങ്കിൽ നിനക്ക് ഓടാം, നടക്കാം, ഇരിക്കാം. ഓക്കെ, കുറെ സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, എഴുന്നേറ്റ് കൊടുക്കും അല്ലേ. ഇരുന്നവന് ഓടിയവനെ കാണൂല, ഓടിയവൻ റെഡി എത്തിയിട്ടുണ്ടാവും അല്ലെ. നടക്കുന്നവൻ മെല്ലെ നടക്കാം, അവൻ നടക്കുന്നുണ്ട്, യു ഷുഡ് അപ്രീഷിയേറ്റ്. പക്ഷെ ഓടുന്നവനും നടക്കുന്നതും തമ്മിൽ വ്യത്യാസം വേണം. ഓടുന്നവന് കിട്ടുന്ന റിവാർഡ് നടക്കുന്നവന് കിട്ടുന്ന റിവാർഡും രണ്ടായിരിക്കണം. ഇരിക്കുന്നവൻ കുറെ കാലം കഴിഞ്ഞ് 6 മാസം 1 കൊല്ലം കഴിഞ്ഞ് അവന് മനസ്സിലായി വന്നിട്ട് എന്റെ കൂടെ ഇന്ന് ആൾക്കാരൊന്നും അടുത്തൊന്നുമില്ല, അവരൊക്കെ ഓടിയോ എത്തി അല്ലേ. അപ്പൊ അവൻ കുറച്ച് കഴിഞ്ഞാൽ അവന് കയറിപ്പോയിക്കോളും. അപ്പൊ ഇത് 3 പേരാണെന്ന് വിസിബിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതിലാണ് ഈ പ്രോസസ്സും കൺട്രോളും വരുന്നത്. അപ്പം ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, വന്ന ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞയക്കാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ സ്കില്ലും ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കണം, എല്ലാം കൊണ്ടുവരുന്നത്. അതിൽ ഇവര് ഇപ്പം ഞാനിപ്പം 2 ദിവസം മുമ്പ് ഒരാളോട് ഇങ്ങനെ ഫാമിലി ബിസിനസ്സിലെ ഒരു എംപ്ലോയിനോട് കമ്മ്യൂണിക്കേഷനിൽ പുള്ളി പറഞ്ഞു, ഇതില് എൻ്റെ ടോപ്പിലുള്ള ആളുകളോട് പറ്റിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അറ്റ് ദ എൻഡ് നാളെ അവർ തമ്മിൽ ഇതാവും എന്നുള്ള, അതുകൊണ്ട് ഞാൻ ഉണ്ടാകാൻ നിൽക്കുകയാണ്. വീട്ടിൽ പോയാല് ഞങ്ങൾക്ക് ഒരു പേര് പറഞ്ഞില്ല, അത്യാവശ്യം വലിയൊരു കമ്പനിയാണ് കേരളത്തില്. അപ്പൊ അതിന്റെ ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മാവനാണ്. ഞങ്ങൾ അതിന്റെ ഫിനാൻഷ്യൽ കൺട്രോൾ പോയ സമയത്ത് ഈ അമ്മാവന് ഭയങ്കര റെസ്ട്രിക്ഷൻ, ഭയങ്കര റെസിസ്റ്റൻസ്. അവസാനം ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, കാരണം ഇത് ഫാമിലി ഇഷ്യൂ ആയി. ഓക്കെ, ഫാമിലി ഇഷ്യൂ 6 മാസം കഴിഞ്ഞു. അവസാനം അമ്മാവനെ പറഞ്ഞു. നേരെ തിരിച്ചുണ്ട്, ഈ എംപ്ലോയിയും വിചാരിക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ ഫാമിലി ആണല്ലോ, അവര് തമ്മിൽ ഒന്നാവും, ഞാൻ അതിൽ നിൽക്കേണ്ട, അങ്ങനെയും അല്ല. അവിടെയാണ് ഒരു പ്രത്യേകത. ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ വന്നിട്ട് എന്താ പറയാ, എന്റെ ഓഫീസിൽ എനിക്ക് റിലേറ്റീവ് ഉണ്ട്, എന്റെ അച്ഛന്റെ അമ്മാവന്റെ മകളാണ്. ഓക്കെ, അപ്പം ആള് വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, എന്റെ ഓഫീസിലുള്ള മാനേജേഴ്സിന്റെ ലെവലിൽ പറഞ്ഞത്, ഞാൻ എന്റെ റിലേറ്റീവ് വന്ന് യാതൊരു പരിഗണനയും വേണ്ട, വർക്ക് ചെയ്യുന്ന സമയത്ത് ദാറ്റ്സ് ഹൗ വി വർക്ക്. അതായത് ആള് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഓഫീസിൽ എല്ലാവരും വന്നിട്ട് പേരാ വിളിക്കാം, ഈവൻ ഓഫീസിൽ എല്ലാവരും തന്നെ ശ്രീത്ത് വിളിക്കാം. ആളും അതുവരെ എന്നെ ശ്രീത്തട്ടെന്ന് വിളിച്ച ആള് വന്നിട്ട് ഓഫീസിൽ നിന്ന് പേര് ശ്രീത്ത് എന്റെ അച്ഛന്റെ അമ്മാവന്റെ മകളാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റായി പാസ്സായി, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യു കട്ട്. പക്ഷെ വന്നിട്ട് എന്റെ ഓഫീസിൽ ഇങ്ങനെയാണ്. ഓക്കെ, എനിക്ക് റിലേറ്റീവ് എന്നുള്ള യാതൊരു പരിഗണനയും ഇല്ല, കാരണം ഞാനല്ല പെർഫോമൻസ് മാനേജർ. ഇഫ് പെർഫോമൻസ് മാനേജർ ഈസ് നോട്ട് ഹാപ്പി വിത്ത് യു, വന്നിട്ട് ഷീ ഹാസ് എ ഫുൾ റൈറ്റ് ടു സെൻഡ് യു ബാക്ക്. ഓക്കെ, ഇഫ് ആൻഡ് ഷീ ഈസ് കോൺഫിഡന്റ് ഷീ വിൽ ഗിവ് അപ്രൈസൽ. കാരണം നമ്മൾ ആ റോളിൽ ഒരിക്കലും വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ പെർഫോമൻസ് മാനേജർ ഒരിക്കലും തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഓഫ് റിലേറ്റീവ് അല്ലെ. ക്ലിയർ ആയിട്ട് ആൾക്ക് നമ്മൾ എന്താണോ ഡെലിഗേഷൻ കൊടുത്തിരിക്കുന്നത്, അതോറിറ്റി കൊടുത്തതിന്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് റെസ്പോൺസിബിലിറ്റി മാത്രം കൊടുത്തിരിക്കില്ല, അതോറിറ്റി കൊടുക്കണം അല്ലെ. യു വാണ്ട് ടു ഫയർ, യു ഫയർ. എന്നോട് ചോദിക്കണം ആവശ്യമില്ല അല്ലെ. നമ്മൾ ആ ഒരു സ്പേസ് കൊടുത്താലുണ്ടല്ലോ ആൾക്ക് പറയും. അപ്പൊ അവിടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വരുന്ന സമയത്ത് നമ്മൾ റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നല്ല കഴിവുള്ള റിലേറ്റീവ്സും ഉള്ളത് നല്ലതാണ്. പക്ഷെ ഈ റിലേറ്റീവ് വരുന്ന സമയത്ത് എന്താ പ്രശ്നം പറഞ്ഞാൽ, ഉള്ള സ്റ്റാഫ് ഉണ്ടാവില്ലേ, പുറത്തു നിന്ന ആൾക്കാർക്ക് അവർക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, കാരണം ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. കാര്യം ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളില്ലെങ്കിൽ നമ്മളെ പറ്റി ചിലപ്പോൾ ആൾക്കാർ 4 പറയുന്നുണ്ടോ അല്ലെ. അവർക്ക് അതാണല്ലോ ഫ്രസ്ട്രേഷൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ. ഒരു 5 സ്റ്റാഫ് വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന പറഞ്ഞാൽ അവരുടെ ഒരു മാനേജറെ പറ്റി കുറ്റപ്പറലാണ് ഒരു ഫ്രസ്ട്രേഷൻ. അപ്പൊ ഈ മാനേജർ എന്ന് പറയുമ്പോൾ കുടുംബക്കാരനാണ് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഗ്രൂപ്പായി പോകും ആൾക്കാർ, പൊളിറ്റിക്സ് ഗ്രൂപ്പായി പോകും.
അപ്പോൾ കഴിയുന്നതും ഈ പേഴ്സണൽ എന്ന് പറഞ്ഞ കാര്യം കമ്പനി കൊണ്ടുവരാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഇത് അങ്ങനെ ഇത്ര ഈസി ഒന്നല്ല. പക്ഷെ ഇന്ന് ആളെ കിട്ടാൻ ഭയങ്കര പണിയാണ്. അറ്റ്ലീസ്റ്റ് ഫാമിലിയിൽ നിന്ന് ആളെ കിട്ടിയ അതില് പറയും ഇപ്പം ഈ ടോപ്പ് കമ്പനീസ് എന്നൊക്കെ ഈ എംപ്ലോയീസിനെ ഫയർ ചെയ്യുമ്പം അവർ സ്കില്ലായിട്ടായിരിക്കില്ല, മീൻസ് അവർ ജോബിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആറ്റിറ്റ്യൂഡാണ് എവിടായിരിക്കും അവരുടെ പ്രശ്നം. അവർ ഒരു ടീമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഫയർ ചെയ്ത് പോകുന്നത് വലിയ കമ്പനീസിന്, അല്ലാണ്ട് അവർക്ക് പണി അറിയാത്തതുകൊണ്ടല്ല എന്ന് പറയും. അതേപോലത്തെ ഒരു എംപ്ലോയിനെ എടുക്കുന്ന സമയത്ത് അവർക്ക് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നോക്കേണ്ടത്. സ്കില്ല് നമുക്ക് പിന്നെയും ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സാർ അതിന് അഗ്രി ചെയ്യുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി. എനിക്ക് സ്പെഷ്യൽ 40 എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഓക്കെ. എനിക്ക് കൊച്ചിയിൽ വന്നിട്ട് സ്പെഷ്യൽ 40 എന്ന് പറഞ്ഞാൽ കോമേഴ്സ് ഗ്രാജുവേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് നടത്തി ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ പല കുട്ടികളും മലപ്പുറം, കോഴിക്കോട്, കോട്ടയം, കൊല്ലം പല സ്ഥലത്തും കുട്ടികൾ വരും. അപ്പോൾ കുട്ടികളൊക്കെ 10, 21, 22 വയസ്സ് ഈ ജെൻസി പോലത്തെ പുതിയ പിള്ളേരാണ്. പിള്ളേരൊക്കെ എന്നൊക്കെ വേറെ ഈ മൈൻഡ് സെറ്റാണ് പിള്ളേരാണ്. അപ്പം നമ്മൾ ക്ലാസ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണൊന്നും അലോഡല്ല. ക്ലാസ് ഓൾറെഡി ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില കുട്ടികളെ കാണാൻ പറ്റും. അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ ഇരുത്ത ശരിയാവില്ല, ഒരുമാതിരി ഇത് ചോദ്യം ചോദിക്കുക, ഭയങ്കര ഒരു അതായത് ഒരു പുച്ഛഭാവം, അതായത് നമ്മളോട് ചോദിക്കുക, ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ആറ്റിറ്റ്യൂഡ്. ഞാൻ എന്തിനു ചെയ്യണം, ഐ ഷുഡ് ഐ ലിസൺ, ഞാൻ അതൊക്കെയാണ് ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയും, എടാ മോനെ, നീ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം കണ്ണാടി നോക്കുന്നുണ്ട്? ഒരു 10 മിനിറ്റ് അല്ലേ? അത് ആൺകുട്ടികളെ രണ്ടുപേർക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരോട് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര നേരം കണ്ണാടി നോക്കണ്ടോ? 10 മിനിറ്റ് അല്ലെ, 15 മിനിറ്റ്, ചിലപ്പം പെൺകുട്ടികളെ ചിലപ്പോൾ 1/2 മണിക്കൂർ, അതിൽ കൂടുന്നൊരു കണ്ണാടി നോക്കില്ല. നമ്മുടെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുന്നത് മുഴുവനും അപ്പുറത്തുള്ള ആൾക്കാരാണ്, പുറത്തുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മുടെ ചിരി, നമ്മുടെ ജസ്റ്റർ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ കണ്ണ്, നമ്മുടെ ഒരു മൊത്തത്തിലെ പുച്ഛം, ഇതെല്ലാം കാണുന്ന ആരാ? വേറൊരാളാണ് അല്ലെ? അയാളാണ് നമുക്ക് ജഡ്ജ് ചെയ്യുന്നത്, നീ ആരാണെന്ന് അല്ലെ? അപ്പം നീ ആരാണ്? അപ്പം നിനക്ക് അറിയില്ല നിന്നെ മറ്റുള്ളവർ എങ്ങനെയാ കാണുന്നത് അല്ലേ? അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയും, നിന്നെ ശരിക്കും പറഞ്ഞ ആൾക്കാർ കാണുന്നത് ഇങ്ങനെയാണ്, നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഓക്കെ, നിനക്ക് നല്ല മറ്റുള്ളവരുടെ ഒരു പുച്ഛമാണ്, അങ്ങനെ. അതായത് ബോഡി ലാംഗ്വേജിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണും അല്ലെ? എനിക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ അല്ലെ? നിങ്ങളെ കൂടിയാണ് എന്നെ കാണുന്നത് അല്ലെ? അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പുറത്ത് വരുമ്പോൾ. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വാല്യൂ എന്ന് അസസ് ചെയ്യുന്നത് പുറത്തുനിന്നാണ്. അത് കമ്പനിക്ക്, അത് വ്യക്തിക്കും ആപ്ലിക്കബിളാ, കമ്പനിക്കും ആപ്ലിക്കബിളാ ഈ പറയുന്നത്. അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ വെറുതെ എൻ്റെ എനർജി കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത്, നമ്മളൊരു ആളെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടത് കമ്പനിക്ക് നിങ്ങൾ അസറ്റ് ആയിരിക്കണം, നിങ്ങൾ ബാധ്യതയാവാൻ പാടില്ല അല്ലെ? ഒരു കമ്പനിക്ക് അസറ്റ് കൊണ്ടാ ബാധ്യത. മിക്കപ്പോഴും പല കമ്പനിയിലും 10-20 സ്റ്റാഫ് ബാധ്യതയാണ്. നമ്മളൊരു എങ്ങനെയെങ്കിലും പോയാൽ മതി. എന്തുകൊണ്ടാന്ന് ഇവനോട് പറഞ്ഞ് നമ്മുടെ എനർജി തീർന്നിട്ടുണ്ടാവും, ടൈം, എഫേർട്ട്. കാരണം ഇവൻ കാര്യം നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാ പറയാ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ മറ്റേ വീട്ടിൽ നിന്ന് ആൾക്കാർ ജോലി അന്വേഷിച്ച് പുറത്തു പോകുന്ന പറഞ്ഞാൽ ഞാൻ വീട്ടിലൊരു ബാധ്യത ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറയും, നിങ്ങൾ വീട്ടിൽ ബാധ്യത ആവാൻ പാടില്ല എന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ കമ്പനിയിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കമ്പനി, പിന്നെ അവിടെ പോയിട്ട് ബാധ്യത ആവട്ടല്ലോ. അവിടെ നിങ്ങളൊരു ലയബിലിറ്റിയാണ്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ കുട്ടികൾക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. അതാണ് നമ്മളൊരു ഹയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, അതിനോടൊരു പാഷൻ. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാം. എംപ്ലോയ്മെന്റ് ആ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഇന്റർവ്യൂ ജേർണി ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂ ജേർണിയിൽ അവനെ കുറച്ച് പ്രോസസ്സിൽ കൂടി വിടാം. അവനോട് പറയാം, ഈ സമയത്ത് വരണം എന്ന് പറയാം. ഓക്കെ, അവനെ അത് ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് പറയാം, അവനോട് പറയാം, നീ വീട്ടിൽ പോയിട്ട് അത് ചെയ്തിട്ട് താന്ന് പറയാം. എന്നിട്ട് അവനെ ഫോൺ വിളിക്കുക, ഫോൺ വിളിച്ച് അവൻ ഫോൺ എടുക്കുന്നുണ്ട് നോക്കുക, ഫോൺ വിളിച്ച് എനിക്ക് ഇത് മെയിൽ അയക്കുന്ന അവൻ അത് മെയിൽ അയക്കുന്നുണ്ട് നോക്കുക. അവൻ മെയിൽ അയച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ ഇവിടെ വാ. അപ്പൊ ടെക്നിക്കലി അവൻ ആ ഒരു പ്രോസസ്സിൽ കൂടി വിടുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം ഡിസിപ്ലിൻ ആണെന്ന് മനസ്സിലാവും. സി ആറ്റിറ്റ്യൂഡിന്റെ മെയിൻ പ്രശ്നം ഡിസിപ്ലിൻ. ഓക്കെ, വെൻ പേഴ്സൺ ഈസ് ഡിസിപ്ലിൻ, ഇറ്റ്സ് ട്രെയിനബിൾ അല്ലെ? ആളെ ട്രെയിനബിളാണ്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡുള്ള അവന്റെ ഡിസിപ്ലിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ട്രെയിനബിളാണ്. അവനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അവനെ. ഞാൻ പറയും, 10ാം ക്ലാസ് തോറ്റാളെയും പഠിപ്പിക്കാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. എംകോമിന് റാങ്ക് വാങ്ങി പറ്റും, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ. അത് നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെപ്പോഴും ഒരു ഇന്റർവ്യൂ നടത്തുമ്പോഴേ, എസ്പെഷ്യലി ഓണർ ഇന്റർവ്യൂ നടത്തുമ്പോൾ, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് മിനിമം 2 മണിക്കൂർ 3 മണിക്കൂർ ഇന്റർവ്യൂ. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇവനെ എടുത്താൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടാകാം. ഓക്കെ,
പിന്നത്തെ 1 മണിക്കൂർ ഞാൻ പിന്നെ കൺവിൻസ് ചെയ്യുന്നതാണ് വന്നിട്ട് അവൻ എൻ്റെ കമ്പനി അവൻ്റെ ലൈഫ് എങ്ങനെ മാറും എന്നുള്ള എൻ്റെ കമ്പനിയെ പറ്റി അടുത്ത 1 മണിക്കൂർ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ 1 മണിക്കൂർ സത്യം പറഞ്ഞാൽ അവനെ കൊണ്ട് പറയിപ്പിക്കും. നോർമലി നമുക്ക് ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ട്രിക്കാണ്, അയാൾ സംസാരിക്കാൻ നിങ്ങൾ കേൾക്കുക. ഗുഡ് ലിസണറാണ്. ഗുഡ് ലിസണറാണ്. നമ്മൾ ചോദിക്കും, നമ്മൾ മാത്രം പറയരുത്, അയാൾ പറയും നമ്മൾ കേൾക്കാം. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ സ്വഭാവം മനസ്സിലാവും. ഈ പറഞ്ഞ ഈ ഇൻവെസ്റ്റർ സമയത്ത് ഞാൻ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റിന് വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ കമ്പനിയുടെ ഓണർ, നിങ്ങൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ പാർട്ണറാണ് അല്ലേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നതിന് കേട്ടോണ്ടിരിക്കും 1 മണിക്കൂർ. അങ്ങോട്ട് നമ്മളെ പറ്റി വാദോരാതെ പറയും, നമ്മളെ കമ്പനി എങ്ങനെയാണ് സാർ ഇങ്ങനെ, അയാൾ മിണ്ടാതിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മളെല്ലാം കഴിഞ്ഞ് സൂപ്പറായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ സംസാരിച്ചാൽ അയാളുടെ സ്വഭാവം നമുക്കറിയില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കും സംസാരിപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കലി 1/2 മണിക്കൂർ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അസൈൻ പറ്റും ആൾ എന്ത് സ്വഭാവമുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ ഇപ്പം ഒരു ട്രെൻഡാണ് ഒരു കമ്പനി ഫോം ചെയ്യുക, പ്രത്യേകിച്ച് ഒരു ഇ-കൊമേഴ്സ്, ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ. എന്നിട്ട് അതിനൊരു വാല്യൂയിലേക്ക് കൊണ്ടുവരാം, ഇതിൽ മാർക്കറ്റിൽ കുറച്ച് സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് ഒരു 4-5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് വലിയൊരു ഇതിൽ വെക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ആളുകൾ ഇത് നാട്ടിലൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ പോലത്തെ ഒരു കമ്പനീസ് ഒക്കെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ നമ്മൾ തന്നെ കുറച്ച് കമ്പനീസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഇന്റൻഷൻ തന്നെ ഒരു പാഷനോട് അത് ചെയ്യാന്നല്ല, അത് എത്രയും പെട്ടെന്ന് ഇത് കാണിക്കണം, എന്നിട്ട് ഇത് മില്യൺസിന് വിൽക്കണം എന്നുള്ളത്. എന്താണ് സാറിന്റെ? ഇന്നത്തെ ഒരു ജനറേഷനിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ 2 കാറ്റഗറിയാണ്. ഒന്ന്, അടുത്ത ലെഗസിക്ക് വേണ്ടി നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ തന്നെ ഒരു 40-45 വയസ്സാകുമ്പോൾ നമ്മളൊരു 100 കോടിക്ക് സാധനം വിട്ടിട്ട് പൈസ ഉണ്ടാക്കണം. ഈ കാറ്റഗറിയാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ കാറ്റഗറി ആൾക്കാർ ഇപ്പോൾ കൂടുതലാണ്. ഞാനടക്കം ചിന്തിക്കാൻ അങ്ങനെ തരാം കേട്ടോ. വൈ നമ്മളെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് 60 വയസ്സ് വരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ചെക്ക് വിട്ട് സൈൻ ചെയ്ത് ഈ വെണ്ടർ പുറകെ നടന്ന് ഈ ഗവൺമെൻറ് ടാക്സും പറഞ്ഞിട്ട് 50 വയസ്സിൽ നമുക്കൊരു 100 കോടിക്ക് സാധനം വിട്ടുകയാണെങ്കിൽ വന്നിട്ട് എൻകാഷ് ചെയ്യാം. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ ആര് വാങ്ങും എന്നതാണ് ചോദ്യം ഈ കമ്പനി അല്ലേ. അപ്പോൾ ഈ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മോഡൽ എത്ര യുണീക്കാണ്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, എത്ര ഈസിലി കോപ്പിയബിൾ ആണ്. അങ്ങനെ എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് പഠിക്കണം, പോസിറ്റീവായിട്ട് ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. ആ പ്രോബ്ലം നമ്മൾ ചിലപ്പോൾ ഇതിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതേ പ്രോബ്ലം ഇതേ സൊല്യൂഷൻ വല്ല മഹാരാഷ്ട്രയിലോ ഇവിടെ മറ്റേ കർണാടകയിലോ ഒക്കെ അല്ലെങ്കിൽ സൗദിയിലൊക്കെ ഇതേ വിഷയം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതേ ടൈമിൽ സംസാരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നല്ല. കാരണം ആരും കമ്പാരിറ്റീവ് സ്റ്റഡി നടക്കാറില്ല. മാർക്കറ്റ് ചെറിയ എല്ലാം ഉണ്ടാവും. അവർ പറയുന്നത് നോർമലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയി നിൽക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷന് അവർ പറയും ഈ ചെറിയ പ്രശ്നം അവർ ചെയ്യുന്നില്ല, ഈ സൊല്യൂഷൻ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനും ഞാൻ കോപ്പി അടിച്ചിട്ട് പറയും ഈ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഞാനൊരു ആമസോൺ ആയിട്ടാണ്. മോഡലിൽ ഞാനൊരു ആമസോൺ പോലെയാണ് ആൾക്കാർ ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. പക്ഷെ എന്താ ഇന്നത്തെ ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാണ് വാല്യൂ. അതാണ് കസ്റ്റമറാണ്. അതൊന്ന് മൊബൈലാണല്ലോ കസ്റ്റമർ അല്ലേ. നിങ്ങൾ എത്രത്തോളം മൊബൈലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടോ ഓൾമോസ്റ്റ് യു ആർ ഇൻ ദ ഡോർ സ്റ്റെപ്പ് റൈറ്റ് അല്ലേ. പണ്ട് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിലേക്കോ ഒരു സർവീസിലേക്കോ അങ്ങ് അന്വേഷിച്ച് വരാറാണ്. ഇന്ന് അയാളുടെ കൈയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് പ്രൊഡക്റ്റ് ആണോ അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റ് ആണ്. അവിടെയാണ് വാല്യൂ. അവിടെ എന്ത് കൊടുത്താലും ഇറ്റ്സ് കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓക്കെ, മേ ബി സ്കില്ല്, അപ്സ്കില്ലിങ്, അതൊക്കെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എംപവറിങ് ആണ്. ഇപ്പം ടെക്നോളജി എ എന്നെല്ലാവരും ഒച്ചപ്പാടും ഉണ്ടാക്കിയിട്ടാണ് എ വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് 2030 2030 ഹ്യൂമൻ സർവീസ് ബിക്കം എ പ്രീമിയം സർവീസ്. അന്ന് നമ്മൾ നോക്കും ഒരാളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഫോൺ എടുത്തിട്ട് എനിക്ക് ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുമോ എന്നറിയാനാണ്. അന്ന് ആരാണോ ഫോൺ എടുക്കുന്നത് അതിന് ആക്ച്വലി വന്നിട്ട് ബിക്കം എ പ്രീമിയം സർവീസ്. കാര്യം മെനി സർവീസസ് ബിക്കം ആൻ ഓട്ടോമേറ്റഡ്. എല്ലാ സർവീസും ഓട്ടോമേറ്റഡ് ആയി മാറി വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ 10 ചെക്ക് പോയിന്റിൽ ഞാൻ തന്നെ ഞെക്കിയാൽ മാത്രമേ 11ാമത്തെ ചെക്ക് പോയിന്റിൽ തന്നെ എനിക്ക് തന്നെ ഓർമ്മയുണ്ടല്ലോ ഞാൻ എന്താ ചോദിക്കാൻ ഫോൺ ഒരു ആളും കിട്ടുന്നില്ല. ആഫ്റ്റർ നമ്മൾ അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം 20 മിനിറ്റാണ്, 15 മിനിറ്റ്. ഇന്ന് 20-15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മച്ച് വാല്യൂബിൾ. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എ ടൈം. അതിനെക്കാട്ടും ബെറ്റർ തന്നെ ഒരു റിംഗിൽ അപ്പുറത്തെ ഒരാൾ ഫോൺ എടുത്തിട്ട് എൻ്റെ ചോദ്യം എൻ്റെ ഉത്തരം എനിക്കൊന്ന് സൊല്യൂഷൻ അതൊരു ബിക്കം അതിന് ചാർജ് ആവും.
ദാറ്റ് ബിക്കം എ പ്രീമിയം. അതുകൊണ്ട് ഞാനെപ്പോഴും പറയാം, നമ്മൾ എത്ര ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഹ്യൂമൻ സർവീസ് എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്യണം. കീപ്പ് ചെയ്യുന്ന അത് ഫ്യൂച്ചർ അതാണ്. കാര്യം ഒന്ന് സ്കില്ല് ഭയങ്കര റയറായിരിക്കും ഫ്യൂച്ചറിൽ. അതായത് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരുവിധം സ്കില്ലൊക്കെ വന്നിട്ട് ഓട്ടോമേറ്റ് ആവും. ഓക്കെ, അപ്പോൾ സർട്ടൻ സ്കിൽ, അതായത് ഓട്ടോമേറ്റ് ആവാൻ പറ്റാത്ത സർട്ടൻ സ്കിൽ, അതായത് ഹ്യൂമൻ സ്കിൽ, അതായത് വന്നിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ, അതായത് നമ്മുടെ ക്വരി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ല്, അതൊക്കെ നമുക്ക് ഒരിക്കലും ഓട്ടോമേറ്റ്, അത് മനുഷ്യന് മാത്രം കിട്ടുന്ന ഒരു സ്കില്ലാണ് അല്ലേ. അതിന് എത്ര AI വന്നാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുവാണെങ്കിൽ, അപ്പം ഇൻവെസ്റ്റ് ഓൺ സ്കിൽ, ഇൻവെസ്റ്റ് ഓൺ പീപ്പിൾ, ഹ്യൂമൻ ബീയിങ് വന്നിട്ട് ഇറ്റ് ബിക്കം എനിക്ക് തോന്നുന്നത് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരുപാട് ടോപ്പിക്സ് കുറിച്ച് സംസാരിച്ചു. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം എന്റർപ്രനേഴ്സും ഇപ്പം നമ്മളിപ്പം ഇരിക്കുന്നത് ദുബായിലാണല്ലോ. ഇപ്പം NRIസിനെ ഒരുപാട് ആളുകൾ ഇപ്പം നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, പല ഫോറിൻ കൺട്രീസിലും പോകുന്നുണ്ട്. പക്ഷെ അവര് ഈ ടാക്സേഷനെ കുറിച്ച്, ഇപ്പൊ ഡബിൾ ടാക്സേഷൻ, ഇപ്പം പുറത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ഇവിടെ അവർക്കൊരു നാട്ടിലും അവർക്കൊരു ടാക്സിന്റെ ഡബിൾ ടാക്സിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് നാളെ ഇതുപോലെ എൻ്റെ പിന്നെ ഡബിൾ ടാക്സേഷൻ. അപ്പം അതിനെ പറ്റി സാറിന് ടൈപ്പ് പുറത്ത് ടാക്സിനെ കുറിച്ച് 1 മണിക്കൂർ സംസാരിക്കണം. ഞാൻ NRI ടാക്സ് അവയർനെസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കമ്പനി ഉണ്ട്, പ്രവാസി ടാക്സ് എന്ന് പറഞ്ഞിട്ട്. NRIസിന് വേണ്ടി മാത്രം കൺസൾട്ട് ചെയ്യുന്ന ഒരു പ്രവാസി ടാക്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്നും നമ്മൾ മാത്രമേ അത്രയും യുണീക്ക് പ്ലേസിൽ NRIക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു 2020 ഞാൻ ഈ പ്രവാസി ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് 2018-19 ഞാൻ എനിക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കൺസൾട്ടിങ്, ക്യാപിറ്റൽ റിലേറ്റഡ് കൺസൾട്ടിങ് ആണ്. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കുവൈറ്റിലും ഖത്തറിലൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ എടുക്കും. നമ്മളെ 10 പേർക്ക് അറിയണല്ലോ. അപ്പൊ നമ്മൾ ഈ സെഷൻ നടത്തുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അന്ന് എടുക്കുമായിരുന്നു. ഞാൻ ഓഫ്ലൈനിൽ അന്ന് ക്ലാസ് എടുക്കായിരുന്നു. അന്ന് ഓൺലൈനല്ല ഓഫ്ലൈനിലാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഈ പറയുന്ന NRI എന്ന സെഗ്മെന്റിൽ മാത്രമായിട്ട് ആരും തന്നെ ചെയ്യാം. ഒന്ന് കാരണം NRI എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ IT റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ലോ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് FEMA അറിഞ്ഞിരിക്കണം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇത് വഴിയാണ് നമ്മൾ ഈ NRI, NRO, FCNRI, സേവിങ്, ഇങ്ങനത്തെ പല പരിപാടി നമ്മൾ ചെയ്യുന്നത് ഈ അക്കൗണ്ട് വഴിയാണ്, ഈ നിയമം വഴിയാണ്. പിന്നെ ടാക്സ് ട്രീറ്റി അറിഞ്ഞിരിക്കണം, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്റർനാഷണൽ ടാക്സേഷന്റെ ഓവറോൾ ഗവേണൻസ് അറിഞ്ഞിരിക്കണം. കാരണം ഇത് നോർമലി പ്രാക്ടീസ് ചെയ്യുന്നത് ബിഗ് 4 മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഞാനൊരു 14 വർഷം ഈ ബിഗ് 4 വർക്ക് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സെഗ്മെന്റ് ആരും തന്നെ ഫോക്കസ് ചെയ്തിട്ട് അഡ്രസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 8,000-7,000 NRIസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കും. വെള്ളിയാഴ്ച ഒരു 9:30, ഇപ്പം സാറ്റർഡേ ഒരു അനദർ സെഷൻ ഉണ്ട് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് NRI. അപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് 800 അല്ല ഒരു 100-100ഓളം ആൾക്കാർ സൂമിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. പല ആൾക്കാർ, കൂടുതലും മലയാളികളല്ല കേട്ടോ, അതാണ് സത്യം. മലയാളികൾ വളരെ കുറവാണ്. ഈ ആന്ധ്ര, ഈ തമിഴ്നാട്ടിലെ, ഈവൻ നോർത്ത് ഇന്ത്യൻസ്, അവർക്കൊക്കെ ഈ വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ വരുമ്പം കാണാം, നമുക്കിതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം, അത് വരുമ്പം കാണാന്നല്ല. അപ്പോൾ നാട്ടിൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, നാട്ടിലൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, ഇതിനൊക്കെ നാളുടെ ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരുന്നുണ്ട്. കാര്യം ആരും തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല ഇന്ത്യയിൽ. ഓക്കെ, നിങ്ങൾ NRI ആണെന്ന് പ്രൂവ് ചെയ്യാൻ യാതൊരു ഡോക്യുമെന്റും ഇല്ല അവിടെ. IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഒരു NRI എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ ചെയ്യുമ്പോഴും പുറത്ത് ചെയ്യുമ്പോഴും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ടാക്സ് ഡോക്യുമെന്റേഷനും മസ്റ്റ് ആയിരിക്കണം. കാര്യം ഫ്യൂച്ചറിൽ ഇന്ന് 2024-25 നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ടാക്സ് നോട്ടീസ് വരുന്നത് 2030-2029 ആയിരിക്കും. അന്ന് ചോദിക്കും, ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിച്ചു, ഈ FD നിങ്ങൾ ഇട്ടു, ഈ ഷെയറിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, പൈസ ഇടുന്നതാണ്. നമുക്കിത് പ്രൂവ് ചെയ്യാൻ യാതൊരു ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ. അപ്പം ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇന്ന് ഓവറോൾ ഗ്ലോബലി എല്ലാവരുടെയും ഡോക്യുമെന്റേഷനും പേപ്പറും. ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എത്ര NRIസിന് വന്നിട്ട് 2016-17 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും കയ്യിലിപ്പോൾ. നമ്മളിപ്പോൾ ഇന്ന് 2025 നമ്മൾ 2016-17 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ എത്ര പേരുടെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ചിലപ്പോൾ ഇവിടുന്ന് ഈ സമയത്ത് നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് NRIs ഉണ്ടാവും. എത്ര പേരുടെ കയ്യിൽ കഴിഞ്ഞ 5 വർഷത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? നാളെ നാട്ടിൽ പോയിട്ട് 2025 ഉണ്ടാവും ഒരു നോട്ടീസ് വരുന്നത് ഇൻകം ടാക്സിന്റെ, നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ കൊച്ചിയിൽ 2 കോടിയുടെ, അതിന്റെ ഡോക്യുമെന്ററി പ്രൂഫ്. ഞാൻ പറയും, ഞാൻ 25 വർഷം ദുബായിലായിരുന്നു. അങ്ങനെ വെർബലി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചോദിക്കും പൈസ ഇടുന്നതാണ്. അത് നമ്മൾ നാട്ടിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിക്കൽ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും. അതാണല്ലോ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയും പൈസ വന്നു കഴിഞ്ഞാൽ വന്നിട്ട് ഒന്നിക്കൽ നമ്മുടെ വരുമാനമായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് അല്ലേ. അപ്പം ഇന്ത്യയിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു നിയമമുണ്ട്, നമ്മുടെ ബാങ്കിൽ ഒരു പൈസ വന്നു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും.
അതൊരു 1 കോടി ആയിക്കോട്ടെ 2 കോടി ആയിക്കോട്ടെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എക്സ്പ്ലനേഷൻ കൊടുക്കണം എവിടുന്ന് കിട്ടി, ആര് തന്നു, ഐഡന്റിറ്റി. ഓക്കെ, പിന്നെ ഈ തന്ന ആൾക്ക് ഈ പൈസ തരാൻ കഴിവുണ്ടോ, അയാൾക്ക് ക്രെഡിറ്റ് വർത്തിനെസ് എന്നാ പറയാ, അയാൾക്ക് ഈ പൈസ തരാൻ കഴിവുണ്ടോ, ജെന്യൂനിറ്റി, നോർമൽ സിനാരിയോ, ഹ്യൂമൻ പ്രോബബിലിറ്റി എന്ന് പറയാം. സാധാരണ മനുഷ്യന്മാർ ചെയ്യും. നമുക്ക് ഒരാൾ പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു 10 കോടി തന്നു, സാധാരണ നിലവിൽ ആരെങ്കിലും 10 കോടി തരുമോ? ഇത് 3 സാറ്റിസ്ഫൈ ആണ്. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് റേറ്റ് 75% ആണ്. ദർ സംതിങ് കോൾഡ് പ്യൂണിറ്റീവ് ടാക്സ്, PUNITIV എന്ന് പണിഷ്മെന്റ് പോലെയാണ്. പ്യൂണിറ്റീവ് സെക്ഷൻ 68 എന്നുള്ള പഴയ ഇൻകം ടാക്സ് ആക്ട് ആണ്. ഇപ്പം ഇന്നലെ മാറിയല്ലേ, ഇന്നലെ മാറി. ആ ഒരു പുതിയ ഒരു എന്താണ് 65 64 വർഷത്തിന് ശേഷമാണ്. എത്ര വർഷത്തിന് ശേഷം? അതെ അതെ അതെ, 1961 നിയമമാണ്. ആ നിയമം മാറി ഇപ്പൊ പുതിയ ഇൻകം ടാക്സ് ലോ ബില്ല് വന്നിട്ടുണ്ട്. ആക്ട് ആയിട്ടില്ല, ബില്ലാണ്. ഇനി അത് അപ്രൂവ് ചെയ്ത് ഡിസ്കഷൻ നടത്തി മാത്രമേ ബില്ലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ നടത്തുന്നുണ്ട് March 1-ന്. ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും, കാരണം പഠിക്കാതെ നമ്മൾ കമന്റ് അടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഓവറോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ബുക്കല്ലേ. ഈ ബുക്കിൽ പ്രാക്ടിക്കലി ഇതിന്റെ പകുതിയോളം പേജ് ഉണ്ടല്ലോ ഇപ്പോഴും ആരും എവിടെയും യൂസ് ചെയ്യുന്നില്ല. റിഡൻഡന്റ് ആണ് പണ്ടേ. ഓക്കെ, ആക്ട് ആകുമ്പോൾ അത് വേണമല്ലോ. പക്ഷേങ്കിൽ അത് കൃത്യമായിട്ട് ആ സെക്ഷൻ അല്ലല്ല, സെക്ഷൻ മുഴുവൻ എഴുതിയിട്ടുണ്ടാവും. ഈ സെക്ഷൻ ഇത് ഷാൾ നോട്ട് ബി അപ്ലിക്കബിൾ ആഫ്റ്റർ 1st April 2017 ഉണ്ടാവും, ആഫ്റ്റർ 2020 ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് സെക്ഷൻ, ടെക്നിക്കലി ഇത്രയും റിഡൻഡന്റ് ആയ സെക്ഷൻ ഒക്കെ എടുത്ത് മാറ്റി. ഇപ്പൊ ആക്ട് പകുതിയായി. അതാണ് ചെറിയ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ടും യൂസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ യൂസ് ഇല്ല. ഓക്കെ, അതെടുത്ത് ആ പേജ് എടുത്ത് മാറ്റി. ഇപ്പൊ അത്രയും സെക്ഷൻ വന്നപ്പോൾ ഇത്രയും അറിയാം. ഇനി അതിൽ സെക്ഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിറ്റക്ഷൻസും കാര്യങ്ങളൊക്കെ മാറി. ഒരുപാട് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ടിരിക്കാം. ദർ ആർ സം ചേഞ്ചസ്, ദർ ആർ സം സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്, ബട്ട് നോട്ട് വെരി സിഗ്നിഫിക്കൻറ്റ്, നോട്ട് അത്രയും വലിയ ഇമ്പാക്റ്റ്. പക്ഷെങ്കിൽ കുറെ കാര്യങ്ങൾ ഇവൻ NRIനെ ബാധിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ അടുത്ത് ഇതാക്കിയില്ല, ഇപ്പൊ ഷാഫി പറമ്പിലൊക്കെ പിന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ഒക്കെ കണ്ട് ഷാഫി പറമ്പിൽ ശ്രീജിത്ത് കുനിയിൽ, അതെന്തായിരുന്നു സംഭവം? NRIന്റെ ഒരു അത് ബേസിക്കലി നമ്മളൊരു പ്രോപ്പർട്ടി ഇന്ത്യയിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡെക്സേഷൻ, അതായത് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അത് 1991 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ്റെ ഒരു ബെനിഫിറ്റ് കോൺസെപ്റ്റ്. അത് ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ബെനിഫിറ്റോട് കൂടി നമ്മൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ 20%. നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിക്കുന്നു, ആ ലാൻഡിൻ്റെ സെയിൽ വാല്യൂ ഉണ്ടാവും. ആ സെയിൽ വാല്യൂവിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് കുറയ്ക്കുമല്ലോ, അതിനെ കുറയ്ക്കുന്ന വാല്യൂ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞ വാല്യൂ കുറച്ചിട്ട് റിസൾട്ടിങ് ക്യാപിറ്റൽ ഗെയിന് നമ്മൾ 20% ടാക്സ് ആണ്. ഇതാണ് നിയമം. അത് 2024 ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് വന്നല്ലോ, 23 ജൂലൈ 2024 പുതിയ ഗവൺമെൻറ് വന്ന സമയത്ത് അവർ ഈ ഇൻഫ്ലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അവർ അബോളിഷ് ചെയ്തു. അവർ പറഞ്ഞു ഇനി വേണ്ട, 20% ടാക്സ് അടയ്ക്കുന്നതിന് പകരം 12.5% ടാക്സ് അടച്ചാൽ മതി, ഇൻഫ്ലേഷൻ്റെ ബെനിഫിറ്റ് ഇല്ലാതെ. അതായത് സെയിൽ മൈനസ് കോസ്റ്റ് ക്യാപിറ്റൽ ഗെയിന് 12.5%, ടാക്സ് റേറ്റ് കുറച്ചു എന്നുള്ള കോൺസെപ്റ്റിലാണ് അവർ ഇൻഫ്ലേഷൻ്റെ ബെനിഫിറ്റ് കുറച്ചത്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ അന്ന് മറ്റേ പാർലമെന്റിൽ ഭയങ്കരമായിട്ട് മറ്റുള്ള MP-മാർ അത് ചാലഞ്ച് ചെയ്തു അന്ന്. ഇൻഫ്ലേഷൻ ഭയങ്കര, അപ്പം ആ പ്രഷർ കൊണ്ട് അവരെന്ത് ചെയ്തു പറഞ്ഞാൽ 7th August 2024 ബില്ല് അമെൻഡ് ചെയ്തു. ബില്ല് അമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ തന്നെ സ്പീച്ച്, വി ആർ ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് വി ഹിയർ പീപ്പിൾ ആൻഡ് വി നെവർ ഡു എനിത്തിങ് അഗെയിൻസ്റ്റ് പീപ്പിൾ ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് വി ഹവ് അമെൻഡഡ് ദ പർട്ടിക്കുലർ സെക്ഷൻ, നൗ വി ബ്രോട്ട് ദ ഇൻഫ്ലേഷൻ. അതായത് എന്താ പറഞ്ഞു, ഇൻഫ്ലേഷൻ കൊണ്ട് നിങ്ങൾ 20% ടാക്സ് അടയ്ക്കും, ഇൻഫ്ലേഷൻ ഇല്ലാതെ 12.5% ടാക്സ് അടയ്ക്കും, ഏതാണോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ദേ ബ്രോട്ട് ദിസ് അമെൻഡ്മെന്റ് അണ്ടർ സെക്ഷൻ 112 സെക്ഷനിൽ കൊണ്ടുവന്ന് അവർ പറഞ്ഞു ഈ ബെനിഫിറ്റ്, ഈ ഓപ്ഷൻ അവൈലബിൾ ആകുന്നത് ഇൻഡിവിജ്വൽ ബീങ് എ റെസിഡന്റ്. അത് ഇൻഡിവിജ്വൽ ബീങ് എ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വൽ നോൺ റെസിഡന്റ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവിടെ വന്ന സമയത്ത് അപ്പോൾ ടെക്നിക്കലി NRIസിന് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ NRI സെയിൽ എന്താണോ വാല്യൂ ആ സെയിലിൻ്റെ കോസ്റ്റിൽ കുറച്ചിട്ട് നമ്മൾ 12.5% ടാക്സ് അടയ്ക്കണം. വലിയ രീതി, അതായത് 2014-15 ഫ്ലാറ്റ് വാങ്ങി, 2012 ഫ്ലാറ്റ് വാങ്ങിച്ചവർക്കൊക്കെ വന്നിട്ട് ശരിക്കും ലോസ് ആണ്. കാരണം ഒരു സമയത്ത് കേരളത്തിൽ നാട്ടിൽ എവിടെയും ഇല്ലാത്ത വിലയിലാണ് സാധനം വിറ്റുകൊണ്ടിരുന്നത്. 2014-15 അല്ലെ, ഡിമോഷേഷൻ ആണ് സംഭവം ഡൗൺ ആയത്. പക്ഷെ ഇന്ന് ആ പ്രോപ്പർട്ടി ഞാൻ 1 കോടിക്ക് വാങ്ങിച്ച സാധനം ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. ഇൻഫ്ലേഷൻ വെച്ച് പറയുന്നത് നഷ്ടമാണ്. പക്ഷെ ഞാൻ ഇന്ന് ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ, ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ. ഈ ഒരു ഇമ്പാക്ട് വന്ന സമയത്ത് ഞാനത് ഹൈക്കോടതിയിൽ നമ്മളൊരു പെറ്റീഷൻ പോലെ, അത് ഈ നിയമത്തിനെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ട് 2 കോൺസെപ്റ്റിലാണ് നമ്മൾ ചാലഞ്ച് ചെയ്തത്. ഒന്ന്,
ഒരു NRI ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അണ്ടർ FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഒരു NRI ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിയമം പറയുന്നത് ഒരു NRI ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ദാറ്റ് കൺസിഡർഡ് അറ്റ് പാർ വിത്ത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഒരു റെസിഡന്റ് എങ്ങനെയാണോ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഒരു NRIയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ്. അപ്പം വാങ്ങുന്ന സമയത്ത് ഒരു നിയമവും വിൽക്കുന്ന സമയത്തും വേറൊരു നിയമം എന്ന് പറയുന്നത് ലോജിക്കലി ശരിയല്ല. ദാറ്റ്സ് എ ഫസ്റ്റ് ആർഗ്യുമെന്റ്. സെക്കൻഡ് ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞത് ഒരു ക്ലാസ് ഓഫ് അസറ്റ്, അതായത് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സാണ്. അതിൽ റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഒറ്റ ക്ലാസ് ആയിരുന്നു ഒരു. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് അസറ്റിൽ ഒരേ ട്രീറ്റ്മെന്റ് വന്നിട്ട് 2024 അമെൻമെന്റിന് ശേഷം ഒരു ക്ലാസ്സിനെ മാത്രം നിങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ ഈ ബെനിഫിറ്റ് ഈസ് നോട്ട് ഗിവിംഗ്, യു ഷുഡ് ഗിവ് എൻ എക്സ്പ്ലനേഷൻ വൈ ദിസ് ബെനിഫിറ്റ് ഈസ് നോട്ട് ഗിവിംഗ് ടു ദാറ്റ് ക്ലാസ്. ഇല്ലെങ്കിൽ ദാറ്റ് സെക്ഷൻ ഇറ്റ്സെൽഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് വാലിഡ്. ഓക്കെ, നിയമപ്രകാരം. അപ്പോൾ ഈ ഒരു 2 ആർഗ്യുമെന്റിൽ നമ്മൾ ആക്ച്വലി പെറ്റീഷൻ ഫയൽ ചെയ്തു. 5 ഹിയറിംഗ് നടന്നു. 5 ഹിയറിംഗ് നടന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും അപ്പിയർ ചെയ്തിട്ടില്ല, സബ്മിഷൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇൻസിഡൻ്റലി ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന സമയത്ത്, ആക്ച്വലി ഐ ഷുഡ് താങ്ക്, കഴിഞ്ഞ മാസം വന്ന സമയത്ത് ഞാൻ ഇത് 2 വ്യക്തികളോട് പറഞ്ഞു ഇൻസിഡൻ്റലി. ഒന്ന് മറ്റേ ഗൾഫ് ന്യൂസിൽ മറ്റേ സജില ചന്ദ്രനോട് പറഞ്ഞു, ചീഫ് റിപ്പോർട്ടറായിരുന്നു. പിന്നെ ഫസലിനോട് പറഞ്ഞു. ഫസൽ പറഞ്ഞ ഉടനെ പറഞ്ഞു നമുക്ക് നാളെ ഉച്ചയ്ക്ക് എയറിൽ പോകാമെന്ന് പറഞ്ഞു, 8 FM. കാരണം ഞാനിത് പേപ്പറിലൊക്കെ വരച്ച് കൊടുത്തു, കാരണം ഇത് എന്താണെന്ന് മനസ്സിലാവേണ്ടത്. ഞാൻ ഈ വിഷയം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടോ, പക്ഷെ ആരും അത് കേട്ടില്ല. പക്ഷേ അദ്ദേഹം അത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ടുക്ക് ഇറ്റ് ഓൺ സീരിയസ് നോട്ട്. അന്ന് 8 FM ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം തന്നെ ഒരു മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായി, അത്യാവശ്യം വൈറലായി. അപ്പോൾ ഒരുവിധം എല്ലാ മീഡിയകളിൽ സംഭവം എത്തി. ഗൾഫ് ന്യൂസ് 4 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെ കുറിച്ചിട്ട്. പക്ഷെ അവിടെയാണ് ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ബോളം വെച്ചപ്പോൾ ഒരാളും കേട്ടിട്ടില്ല. പക്ഷെ അത് ദുബായിൽ വന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ അത് ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തി. അത്യാവശ്യം ഒരുവിധം MP മാരുടെ ഇടയിലൊക്കെ അത് ശ്രദ്ധയിൽപ്പെട്ടു. ഷാഫി പറമ്പിൽ, IB ഈഡൻ, NK പ്രേമചന്ദ്രൻ, KC വേണുഗോപാൽ, സുരേഷ് ഗോപി, മറ്റേ അത്യാവശ്യം ശിവദാസൻ, എല്ലാവരോടും ഒരുവിധം നമുക്ക് ഇതിന് കളറില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പറഞ്ഞു. കാരണം ഇതൊരു NRI കമ്മ്യൂണിറ്റി ഇഷ്യൂ ആണ്, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ വിഷയമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാ കമ്മ്യൂണിറ്റി ലെവലിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ നിർമ്മലാ സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർക്ക് ലെറ്ററും ഫയൽ നമ്മളൊരു ലെറ്റർ ഉണ്ടാക്കി കൊടുത്തു. ആ മെസ്സേജൊക്കെ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ബില്ല് ഡിസ്കഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടായിരുന്നു, വിളിച്ച് നമ്മൾ എന്നോട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് വലിയൊരു കാര്യം അന്ന് ഈ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ദുബായ് എന്ന സ്ഥലത്തിൻ്റെ ഒരു മീഡിയയുടെ ഒരു പവറും കണ്ടു. നമ്മുടെ NRI എന്ന് പറഞ്ഞ ആ വിഷയം അവതരിപ്പിച്ചപ്പം ഒരുവിധം എല്ലാ കേരളത്തിലെ MP മാരൊക്കെ ഒന്നിച്ച് അത് വലിയ രാഷ്ട്രീയ ഇതില്ലാതെ എല്ലാവരും ഒന്നിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിന്റെ മാത്രം ഇഷ്യൂ ആയി മാറിയ പോലെയാണ്. കാരണം വേറെ എവിടെ ഇത് എത്തി, ഇതെന്തോ കേരളത്തിന്റെ മാത്രം ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ. പക്ഷെ വന്നാൽ വലിയൊരു കമ്മ്യൂണിറ്റി ലെവലിൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. വന്നിട്ടില്ലെങ്കിലും നമ്മളത് ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, കാരണം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്, ഒരുപാട് അസോസിയേഷൻ ആൾക്കാർ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിന്റെ കാരണം അറിയണമല്ലോ, എന്തുകൊണ്ടാണ് ഇല്ലാത്തത് അല്ലേ? കാരണം അറിഞ്ഞാൽ കുഴപ്പമില്ല. ബൈ മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത, ബൈ മിസ്റ്റേക്കിൽ സാധ്യത. അപ്പോൾ ഐഡിയലി വന്നിട്ട് റെസിഡന്റ് എന്ന് പറയുന്ന സ്ഥലത്തെ ഇൻഡിവിജ്വൽ ബീങ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഒരു വാക്ക് വെച്ചാൽ മതി. റെസിഡന്റ് പകരം ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ, കാരണം എസ്പെഷ്യലി ഗൾഫിലുള്ള NRIs നമ്മൾ ഇപ്പോഴാണല്ലോ ദുബായിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളത്. ഗൾഫിലുള്ള NRIസിന്റെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും റിയൽ എസ്റ്റേറ്റ് നാട്ടിലാണ്. കാരണം ഇത് നമ്മൾ ജോലി അന്വേഷിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ വന്ന സ്ഥലമാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഐഡിയലി ഒരു NRI തിരിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആൾക്കാർ ഈ പ്രോപ്പർട്ടി കച്ചവടം നടക്കത്തില്ല, നമ്മുടെ GDP മാറും. ആരെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കും. ഈ ഡിസ്ക്രിമിനേഷൻ ഇന്റൻഷനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മാറിയില്ല. ഇവരില്ല, പിന്നെ എവിടെയാ മാർക്കറ്റ് ഉള്ളത് അല്ലെ? നിങ്ങൾ NH ബൈപ്പാസിൽ അങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും വിറ്റുകൊണ്ടിരിക്കുന്നത്. ടൈലായിക്കോട്ടെ, പെയിന്റ് ആയിക്കോട്ടെ അല്ലെ. വീടില്ല, പിന്നെ വീടില്ലെങ്കിൽ കേരളത്തിൽ GDP ഇല്ല. ശരിയല്ല, കംപ്ലീറ്റ് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വീട് വെക്കുക, വീടിന്റെ ഗൃഹപ്രവേശം, വീടിന് പെയിന്റ് അടിക്കുക, വീട് ഇടയ്ക്ക് മറ്റേ നോക്കുക. വീടാണ് അദ്ദേഹത്തിന്റെ ഒരു ഹോംലി ഫീലിംഗ് അല്ലെ. അപ്പം കേരളത്തിന്റെ GDP എന്ന് പറഞ്ഞ വീടാ. അപ്പൊ ആ വീടിന്റെ മുകളിൽ കൈവച്ച് കഴിഞ്ഞാൽ വന്നിട്ട് GDP ഉണ്ടാവും. ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് നാം വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഇനി ഒച്ച ഉണ്ടാക്കും. ഞാൻ പറയുന്നത് ഫസലിനോട് പറഞ്ഞായിരുന്നു, കരന്ന് കുട്ടിക്ക് പാലുണ്ടാവും, നമ്മൾ ഒച്ചത്തിൽ കരയണമെന്ന്. അപ്പോൾ ഇതുപോലത്തെ മെസ്സേജസ് ആൾക്കാർ പോയി കണ്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലേക്ക് എത്തട്ടെ. ഞാൻ ഒരു ചോദ്യം കൂടി സാർ, ഇപ്പം സാർ ബിസിനസ് കോച്ച് കൂടിയാണല്ലോ. അപ്പം
ഒരുപാട് ബിസിനസ് കോച്ചുകൾ അങ്ങനത്തെ കൺസൾട്ടൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ധാരാളമുണ്ട് അല്ലേ. ഞാൻ പലരും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരൊന്നും ആരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളല്ല. പക്ഷെ ഇവരൊരു തൊഴിൽ തന്നെ ഇത് പറയാനുള്ളതാണ്. സാറിൽ കണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാറിന് ഒരു 10ഓളം കമ്പനീസ് ഉണ്ട് അല്ലെ. ആ ഒരു ഇതിൽ നിന്ന് വന്ന് പിന്നെ ഒരു ഇതിലേക്ക് അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ അതേപോലെ സാറിന്റെ ഒരു എക്സ്പോഷർ ഈ ബിഗ് 4 കമ്പനീസ് ആയ EY, ഡെലോയിറ്റ്, KPMG ഇതിലൊക്കെ സാറിന്റെ ഒരു എക്സ്പോഷർ. ഞാൻ സാറിന്റെ ഒരു പ്രൊഫൈൽ ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പം ഒരു ബിസിനസ് കൺസൾട്ടിങ് എന്നുള്ളതിൽ പ്രൊഫഷനായിട്ട് എടുക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ഈ ബിസിനസ് കോച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ അവർക്ക് വേണ്ടി സാർ എന്താ പറയാ? ഞാനൊരു ബിസിനസ് കോച്ച് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം സ്പെഷ്യൽ 40 എന്ന് എനിക്ക് ഒരു കുട്ടികളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. കുട്ടികൾ വന്നത് കേരളത്തിലെ പല സ്ഥലത്തുനിന്നാണ്, ഈ മറ്റേ മലപ്പുറം, കോട്ടയം, കൊല്ലം, കണ്ണൂർ എന്നൊക്കെ. അപ്പോൾ എനിക്ക് കൺസൾട്ടേഷൻ കൂടുതലുള്ളത് എറണാകുളത്താണ്. ഞാൻ അങ്ങോട്ട് അധികം ട്രാവൽ ചെയ്ത് പോകില്ല, എനിക്ക് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മലപ്പുറത്തും കോട്ടയത്തുള്ള ഒരു ഓണ്ടർപ്രണറെ എറണാകുളത്ത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ കോച്ചിങ് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഈ ഫിൻടാക്സ് മാൻ എന്നുള്ള ഒരു ബിസിനസ് കോച്ചിങ് തുടങ്ങിയത്. ഞാൻ പല വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. ഹൗ ടു ക്രിയേറ്റ് എ വാല്യൂ ഇൻ എ ബിസിനസ്, ഹൗ ടു റേസ് ഫണ്ട്, മറ്റേ SME ലിസ്റ്റിംഗ് എങ്ങനെ ചെയ്യണം, ദുബായിൽ കമ്പനി എങ്ങനെ തുടങ്ങണം, ബാലൻസ് ഷീറ്റ് എങ്ങനെ വായിക്കണം. ഒരു മിക്ക ഓണ്ടർപ്രണർക്ക് അറിയില്ല ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്. അപ്പം ഞാൻ കൂടുതലും ഈ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമും ഞാൻ മോട്ടിവേഷൻ പറയാറില്ല. അപ്പം ലിറ്ററലി വന്നിട്ട് ഒരു ബിസിനസ്സിന് എന്താണോ ആവശ്യമുള്ള കാര്യം സാധാരണ ലളിതമായ ഒരു ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കും. കാരണം ഇവരാരും തന്നെ ഈ 10ാം ക്ലാസ്സും കുസ്തിയും പഠിപ്പിക്കാം. അല്ല, അത് ലിറ്ററലി അവർക്ക് മനസ്സിലാക്കി അവർ മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്ത് അവർക്ക് മനസ്സിലായി. ടെക്നിക്കൽ ടേംസ് എഞ്ചിനീയർ പറഞ്ഞായിരുന്നു, അയാള് അക്കൗണ്ട്സിൽ പോയപ്പോ എന്തോ ടെക്നിക്കലി അത് കണ്ടിൻജന്റ് ലെവലിറ്റി അങ്ങനെ എന്തോ അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് ഭാഷയിൽ അയാൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് എന്നെന്താ ഇത് പറഞ്ഞപ്പോ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് ചിലപ്പോൾ മിക്ക ആൾക്കാർക്കും വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഞാൻ ബിസിനസ് കോച്ച് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും സെയിൽസ് ലെവലിൽ അത്യാവശ്യം എക്സ്പെർട്ട് ആയിരിക്കും, MBA ലെവലിൽ എക്സ്പെർട്ട് ആയിരിക്കും, എഞ്ചിനീയർ ലെവലിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കൂടുതലും ആൾക്കാർ ബിസിനസ് കോച്ച് ചെയ്യുന്നത് സെയിൽസിലായിരിക്കും. പക്ഷെ അതും ആവശ്യമാണ് കേട്ടോ. എൻ്റെ തന്നെ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ എനർജി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, പക്ഷെ ആ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി വരുമ്പോഴല്ലേ ആ ഒരു അല്ല, അത് മേ ബി അവരുടെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ കോച്ചിങ് ആണ് അവരുടെ ബിസിനസ്. അപ്പൊ ഞങ്ങളുടെ ഒരു മേ ബി പ്രത്യേകത മേ ബി ക്ലയന്റ് ഞങ്ങളുടെ റിലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറയുന്ന ബിസിനസ് കോച്ച് ചിലപ്പം കൃത്യമായിട്ട് ഇവർക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കും. പക്ഷെ ആർക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാറില്ല. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിയമം വരും. ഇവർക്കാർക്കും നിയമം അറിയില്ല. ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്, കമ്പനി ലോ ഉണ്ട്, FEMA ഉണ്ട്, മറ്റേ GST ഉണ്ട്. നിയമങ്ങൾ ആർക്കും ചിലപ്പോൾ അറിയില്ല. നിയമം അറിയാതെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവള് പറയും നിങ്ങൾ 3 കമ്പനിയാണ് നടക്കുന്നത്, നിങ്ങൾ ഒരു കമ്പനിയാക്കി മാറ്റൂ എന്ന് പറയും. ഇത് ഒരു കമ്പനിയാക്കി മാറ്റൂ എന്ന് വായുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറ്റണം എന്ന് പറയും, നിയമപ്രകാരം എങ്ങനെ മാറ്റണം എന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ആ ബിസിനസ് കോച്ച് എന്ന് പറയുമ്പം ഈ 2 എലിമെന്റ് ഉണ്ട്. നമുക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഓക്കെ, അതേ സമയത്ത് നമുക്ക് ആ ചാർട്ടേഡ് അക്കൗണ്ട് ബ്രെയിനും ഉണ്ട്, CA ലോ റിലേറ്റഡ് ആയിട്ട് ബ്രെയിനും ഉണ്ട്, ബിസിനസ് ബ്രെയിനും ഉണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു യുണീക്കായിട്ട് നിൽക്കുന്നത്. അപ്പം ബിസിനസ് കോച്ചസ് എപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് കോച്ചിങ് അല്ല. ഇവർക്ക് വേണ്ടത് ആരെങ്കിലും കൂടെ നടന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളെ വേണ്ടത്. അപ്പൊ നമുക്ക് ഈ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പം ഈ പറയുന്ന മറ്റേ കടിച്ചാ പൊട്ടാത്ത വാക്കും ഇവർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ വന്നിട്ട് ഒരു പ്രോസസ് ഡോക്യുമെന്റോ ഒരു SOPയോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. ഈ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ലിറ്ററലി വന്നിട്ട് മറ്റേ ചിലപ്പം ഒരു 20,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ടായിരിക്കും ഇത് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെ. നമ്മുടെ SOPയും നമ്മുടെ പ്രോസസ് ഡോക്യുമെന്റും അവന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അവനെ ലളിതമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 50 പേജ് ഡോക്യുമെന്റ് ഉണ്ടാക്കിക്കൊണ്ട ആവശ്യമില്ല. അപ്പോൾ ലിറ്ററലി ഇന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റിയാണ്. അവിടെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, അവിടെ നല്ല സ്കോപ്പ് ഉണ്ട്. കോച്ചിങ്ങിന് വന്നിട്ട് നല്ല സ്കോപ്പ് ഉണ്ട്. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മേ ബി ആൾക്കാർ ഇതിൽ വരാത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് COP എന്ന് പറയുന്നത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. ഇങ്ങനത്തെ ചിലപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാൻ അവർക്ക് ചലഞ്ച് ഉണ്ട്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്വാളിഫിക്കേഷനാണ്. ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല. ഞാൻ പഠിച്ച കോഴ്സ് CA ആണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലി ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടൈപ്പ് ജോലിയല്ല. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറേ ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫുണ്ട്, എനിക്ക് അത്യാവശ്യം റെന്റ് ഉണ്ട്,
എനിക്ക് അത്യാവശ്യം ലോൺ ഉണ്ട്, എനിക്ക് EMI ഉണ്ട്, എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു ഇൻവെസ്റ്ററിന് എന്തൊക്കെ ഇപ്പോൾ എനിക്ക് കുറേ ബ്രാൻഡ് ഉണ്ട്, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, അപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് സംസാരിക്കുന്നുണ്ട്, എനിക്ക് സ്വന്തം ബ്രാൻഡ് കൺസൾട്ടൻറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പല സെറ്റപ്പിൽ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് 12 സ്റ്റാഫ് ഉണ്ട് എനിക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്യാൻ. എല്ലാം ഇന്നോസ് ആണ്, നമ്മളെ മൊത്തം ഇന്റേണലി ഇന്നോസ് ആണ് എല്ലാവരും. കണ്ടന്റ് റൈറ്ററും ആപ്പ് ഉണ്ടാക്കുന്നതും വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും എല്ലാം നമ്മുടെ ഇന്നോസ്. പുറത്തുനിന്ന് നമ്മൾ ആരും ചെയ്യിക്കാറില്ല. അത് വേറൊരു ടോപ്പിക്കാണ്. ഇത് ഇൻ ഹൗസിൽ ചെയ്യണോ അല്ലെങ്കിൽ അത് മേ ബി വേറെ ടോപ്പിക്. ഞാൻ പറയാൻ വന്നത് ഇതെല്ലാം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഓണ്ടർപ്രണർ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ആ പെയിൻ ശരിക്കും മനസ്സിലാവും. അദ്ദേഹം വന്ന പെയിന്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ. ഞാൻ പറയാം, നമ്മളിപ്പോ കുറെ കൺസൾട്ടൻസ് നമ്മുടെ കൂടെ ഇരിക്കുന്നു, പക്ഷെ ആ ഒരു നമ്മുടെ വിഷുബിൻ സിമിലർ പേജിലെ അപ്പൊ അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ അത് പലർക്കും അത് കണ്ടിട്ടില്ല. ഒരു ഓണ്ടർപ്രണറിന്റെ ഒരു മൈൻഡ് സെറ്റ് ടോട്ടലി ഡിഫറെന്റ് ആണല്ലോ. നമുക്ക് പറയാൻ, നമുക്ക് എന്തും പറയാം. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ, ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അല്ല, അത് തന്നെയാണ് മിക്ക ആൾക്കാർ ലാക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അംബാനി ആയിട്ട് തോന്നും. ഭയങ്കര മോട്ടിവേഷൻ. പക്ഷേ നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്കൊരു അംബാനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ദിരുപയായിട്ടോ നമുക്ക് തോന്നായിരിക്കും. പിറ്റേന്ന് രാവിലെ കുളിച്ച് നമ്മൾ സുരേഷ് വളരെ നോർമൽ പേഴ്സണാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അതാണ് സാർ എനിക്ക് തോന്നുന്നു മോട്ടിവേഷന്റെയും ഒരു ഡിസിപ്ലിന്റെയും ഒരു വ്യത്യാസം. അതെ. മോട്ടിവേഷൻ എന്നുള്ള ഒരു വൺ ടൈം ഡിസിപ്ലിൻ ആവുമ്പോൾ മോട്ടിവേഷൻ വേണം, ഡെഫിനറ്റ്ലി. ഇപ്പൊ എനിക്കും വേണം, നിങ്ങൾക്കും വേണം. ഐ സ്ട്രോങ്ലി ബിലീവ്. വന്നിട്ട് ഈ മോട്ടിവേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അര സെക്കൻഡ്, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് മിനിറ്റിലാണ് ഈ സാധനം പോയി കത്തുന്നുണ്ടാവും. അൺബിലീവബിൾ. അത് സത്യമാണ് കേട്ടോ. ആ സാധനം കത്തിക്കഴിഞ്ഞാൽ ആൾ മാറി. അതാണ് ഈ മോട്ടിവേഷന്റെ പ്രത്യേകത. കത്തി കഴിഞ്ഞാൽ ആൾ മാറി എന്ന് പറയുമ്പം ആളത് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടിട്ടിരിക്കുന്നത്. ഞാൻ ഈ CA ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് മോട്ടിവേഷൻ പാട്ട് കേൾക്കും ചെറുപ്പത്തിൽ. ഓക്കെ, ഈ CA ഒക്കെ പഠിക്കുന്ന സമയത്ത്. കാരണം നമുക്ക് എനർജി വേണ്ടേ, എനർജി. അതുകൊണ്ടാണ് ഈ മറ്റേ ആൾക്കാർ ജിമ്മിൽ പോകുമ്പോൾ വന്നിട്ട് ഈ മോട്ടിവേഷൻ പാട്ട് കേട്ടിട്ട് ജിമ്മിൽ പോകുന്നത്. അല്ലെങ്കിൽ ശോകപ്പാട്ടിട്ട് നമുക്ക് ജിമ്മിൽ പോയാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മോട്ടിവേഷൻ മസ്റ്റ് തന്നെയാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാൾക്ക് വേറെ ആളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആ മോട്ടിവേഷൻ 3 മണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇവന്റെ ലൈഫ് മാറാം. അതൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അതൊരിക്കലും ആ മാറാന്ന് പറയുന്നത് പണിയെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അല്ലാണ്ട് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നതല്ലേ ഇത്. എൻ്റെ മൈൻഡ് മാറാണ്. ഇറ്റ്സ് ഓൾ മൈൻഡ് സെറ്റ്. നമ്മൾ ചിലപ്പം ഒരു ഓണ്ടർപ്രണറോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വരുമ്പം ആൾക്കുകളുടെ സ്വഭാവം മനസ്സിലാവും, ആൾക്ക് എന്താ ആവശ്യം മനസ്സിലാവും. ഒരു 10 മിനിറ്റിൽ 2-3 ചോദ്യം ചോദിക്കുമ്പോൾ ആളുടെ മൈൻഡ് സെറ്റ് മാറി, ആള് കിളിപോയി. അപ്പൊ പിന്നെ ആള് പോയി വരുന്നത് സീത നമുക്കൊന്നും കൂടി ഇരിക്കാം അല്ലെ, ഇരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട് അല്ലെ. പക്ഷെ ആ ആംഗിൾ ആരും ചോദിച്ചില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ എപ്പോഴും പറയുന്ന എന്നെ തന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ പറയുമോ, യു നീഡ് എ ബ്രെയിൻ സ്റ്റോമിങ് പാർട്ട്ണർ. ഏത് ബിസിനസ്സിൽ നല്ലൊരു ബ്രെയിൻ സ്റ്റോമിങ് പാർട്ണർ. ആ ബ്രെയിൻ സ്റ്റോമിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന എല്ലാ പ്ലാനിനും കൈയടിക്കുന്ന ആളല്ല പ്ലാനർ. നോ പറയുന്നത് ചാലഞ്ച് ചെയ്യണം, എന്നെ കൺസ്ട്രക്റ്റീവ്ലി നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അന്നേരം അന്ന് 2 കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആൾക്ക് മനസ്സിലാവും, ഓക്കെ, മറ്റേ ഞാൻ ഇതിൽ ചിന്തിച്ചിട്ടില്ല, ആ ഒരു ആംഗിൾ ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പൊ എനിക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത്, എനിക്ക് 10-25 ആൾക്കാരുണ്ട് ഓഫീസിൽ. 10-60 സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്ക് 10-25 വളരെ കീ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പോയി ഇതേ വെബിലെന്ത് സംസാരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്ക് 1-2 പേരല്ല, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിന് ഒരു മീറ്റിംഗ് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ളതെല്ലാം അതേ തലയാണ്. ഓക്കെ, എനിക്ക് എന്നെക്കാട്ടും കഴിവുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൊണ്ടുവരും. ഓക്കെ, കാരണം നമ്മൾ കഴിവുള്ള ഒരാളെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ അവരെ എംപവർ ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എംപവർ ആവും. അതാണ് നമ്മൾ നമ്മൾ മിക്ക ആൾക്കാരും അങ്ങനെയാണ്. ഞാൻ അങ്ങനെയുള്ള ആളാണ്. ഓക്കെ, അപ്പൊ ക്ലയന്റ് ആയാലും വിചാരിക്കും ക്ലയന്റിനെ വെൽത്തി ആക്കുക, നമ്മൾ വെൽത്തി ആവും. ഓക്കെ, നമ്മുടെ ഓഫീസിലെ ഒരാൾ കൊണ്ടുവന്ന് അവനെ കഴിവുള്ളാക്കുക, അവന്റെ കഴിവുണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാരണം അവനെ കഴിവാക്കുമ്പം കഴിവില്ലാത്ത ഒരാൾ വരുമ്പം ഇവന്റെ കഴിവ് അവനും കിട്ടും. അപ്പൊ നമ്മളെ ഏറ്റവും നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ടാലന്റ് കൂടെ ട്രാവൽ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ എനർജി വേറെ വൈബാണ്. സത്യം പറഞ്ഞാൽ നമുക്കത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് റൂമിൽ ഒരു 8 പേര് 10 പേര് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാകാം. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വൈബും ആ ഒരു എനർജിയും വേറെ. കാരണം അവര് ലിറ്ററലി ചാലഞ്ച് ചെയ്യും. ശ്രീത്തെ അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതങ്ങനെയാണ്. ഞാൻ അതിന് വളരെ ക്ലിയർ ഓപ്പണാണ്. എന്നെ ചാലഞ്ച് ചെയ്ത് എന്നല്ലേ അറിയത്തുള്ളൂ അല്ലേ. ഞാൻ പക്ഷെ എൻ്റെ ഐഡിയ പറയും. രാവിലെ വന്നിട്ട് ഞാൻ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് എനിക്ക് അറിയേണ്ടത് വന്നിട്ട് ഈ ഐഡിയ വർക്ക്ഔട്ട് ആവാൻ എന്ത് ചെയ്യാൻ പറ്റും. പറ്റാത്തതിന് നിനക്ക് 100 കാരണം പറയാം, പറ്റില്ല. എനിക്ക് ഈ ഐഡിയ ഉണ്ട്, എനിക്കിത് എക്സിക്യൂട്ട് ചെയ്യണം, ഇത് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കലി എനിക്ക് സൊല്യൂഷൻ തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് കുറ്റം പറയാൻ എല്ലാം കൊണ്ട് പറ്റും അല്ലേ, ഒരു കാര്യം വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടുമ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ഓണ്ടർപ്രണർ എപ്പോഴും ഒറ്റയ്ക്കാണ്. കാരണം ഇദ്ദേഹത്തിന് ഒരു പാർട്ട്ണർ ഉണ്ടാവില്ല, ഇത് വൈഫിനോട് പറയാൻ പറ്റത്തില്ല, സ്റ്റാഫിനോട് സംസാരിക്കാൻ പറ്റില്ല. അയാൾക്ക് ഒരുപാട് വിഷൻ ഉണ്ട്, അയാൾക്ക് ഒരുപാട് ഡ്രീം ഉണ്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇത് പോയി ബ്രേക്ക് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റിയ ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലെങ്കിലും ഏതെങ്കിലും ഒരാൾ കിട്ടിയാലും മതി. മിക്ക ആൾക്കാർ ഒറ്റയ്ക്ക് അല്ല, കേൾക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതല്ല, നമുക്ക് ബ്രെയിൻ അതേ വേവ്ലെങ്ത്തിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. കാരണം ഇത് ആ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അയാളുടെ ആശയം ഉണ്ടല്ലോ, ആശയത്തിനെ നമ്മൾ ഡിബേറ്റ് ചെയ്തിട്ട് അതിനെ റിഫൈൻ ആക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താ ആശയം റിമെയിൻ ടു ബി എ കോൺസെപ്റ്റ്. ഓക്കെ, കാരണം അദ്ദേഹം അത് പുറത്ത് കൊണ്ടുവരാത്തത് ഇത് പറഞ്ഞാൽ വേറൊരാൾ കോപ്പി അടിക്കും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പേർക്ക് മനസ്സിലാവും, ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാറെ വേണ്ട ഭയങ്കര റിസ്ക് എന്ന് പറയും, വേറൊരാൾ പറയും സാറെ സൂപ്പറാ സാറ് ചെയ്തു എന്ന് പറയും. ഓക്കെ, ഈ 2-3 കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇതിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ നമ്മുടെ മിക്ക ക്ലൈൻറ്റും വരുന്നത്, ഞാൻ നോർമലി എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ വാല്യൂ ചെയ്ത് ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റർ പ്രസന്റേഷൻ, ഒരുപാട് ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ സാധനം പ്രസന്റ് ചെയ്യാൻ. ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ എക്സൈറ്റ്മെന്റ് ഈ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കുന്ന ഇൻവെസ്റ്റർക്ക് ഈ കിട്ടുന്ന ഒരു ആശയം ഉണ്ടല്ലോ, അയാൾ മനസ്സിലാക്കുന്ന വേറെയാണ്. ഓക്കെ, നമ്മുടെ വിഷയം വേറെ ആയിരിക്കും, ഈ ഇൻവെസ്റ്റർ കേൾക്കുന്ന ഒരു വിഷയം വേറെ ആയിരിക്കും. പക്ഷെ അയാൾ അങ്ങനെ കേൾപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റുന്നതാണ് നമ്മുടെ സ്കില്ല്. അയാൾക്ക് എന്നാലല്ല അയാൾ ഇൻവെസ്റ്റ് ചെയ്യാം ഈ കമ്പനി. അപ്പൊ ഇത് ചിലപ്പോൾ ഓണ്ടർപ്രണർക്ക് ഇത് ചെയ്യാൻ പറ്റാറില്ല, ഈ പറഞ്ഞ കാര്യം ഇത് ചെയ്യാൻ. കാരണം ഇദ്ദേഹം പറയുമ്പോൾ ഇമോഷണലി ബിസിനസ്സായിട്ട് കണക്റ്റഡാ. ചെറിയ മൊട്ട് സൂചി ചെയ്യുന്നതിനെ പറ്റി പുള്ളി വളരെ വളരെ ഡീറ്റെയിൽ, അതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പറയും, കാരണം നമ്മളെ ഈ മൊട്ട് സൂചി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ ലോജിക് യൂണിറ്റ് ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ണർ ഏത് ബിസിനസ്സിൽ പറഞ്ഞാൽ അത് ഒരു ചില ആളുകൾ പറയും നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് ബെറ്റർ എന്ന് പറയും. ചിലവർ പറയും അതാകുമ്പോൾ ഒരു നമ്മള് പാർട്ണർ ആകുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരും. ഇപ്പൊ നമ്മളൊക്കെ വേറെ രീതിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു പോസിറ്റീവ് എന്നാണ് സാർ പറയുന്നത് അല്ലേ? ഇല്ല, നമുക്ക് കമ്പനി ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണോ വേറെ കാര്യം, ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി റിസ്ക് ഞാൻ പറയണം, ഞാൻ എടുത്തോളാം എന്ന് ഒരാൾ വേണമല്ലോ. ചിലപ്പോൾ മറ്റേത് ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ണർ അത് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് ചാലഞ്ച് ചെയ്യാനും നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. യു ക്യാൻ ട്രാവൽ അലോൺ, അല്ല യു ക്യാൻ ട്രാവൽ വിത്ത് എ പാർട്ണർ. പക്ഷെ പാർട്ണറിലൂടെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലക്കിയാണ്. ഞാൻ പറഞ്ഞ ഇഫ് യു ഗെറ്റ് എ പാർട്ണർ യു ആർ എ ലക്കി പേഴ്സൺ. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ പാർട്ണറിലൂടെ എങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ്. അത് ഞാൻ പറയാറുണ്ട്, അത് സത്യം പറഞ്ഞാൽ ദോസ് പീപ്പിൾ ആർ സോ ലക്കി വന്നിട്ട് ദേ ഗോട്ട് എ പാർട്ണർ. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ്സ് എ ഡിഫറൻറ്റ് സ്റ്റോറി. പക്ഷെങ്കിൽ നമ്മുടെ റിസ്ക് എടുക്കുന്ന പാർട്ണർ ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. നമ്മൾ പറയുന്നത് നമുക്ക് ഒരു 2 ലക്ഷം കൊടുത്തിട്ട് ശമ്പളം കൊടുത്ത് ആളെടുക്കുന്ന പറയുമ്പോൾ മറ്റേ പാർട്ണർ വല്ല ആവശ്യത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ നമ്മുടെ വിഷം തീർന്നു അല്ലേ. പിന്നെ നമ്മുടെ ആരോട് പോയി പറയും അല്ലെ? നമുക്കറിയാം, അതാണല്ലോ നമുക്ക് അത് പറയും, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളൊരിക്കലും ഈ ജോലി കിട്ടിയിട്ട് ആളെ തപ്പിയിട്ട് കാര്യമില്ല. നമുക്ക് ആളെ കിട്ടാനാണ് ബുദ്ധിമുട്ട്, ജോലി എപ്പോഴും കിട്ടും. എൻ്റെ വിശ്വാസമാണ് ക്ലയൻറ്റ് കിട്ടാൻ വളരെ എളുപ്പം, അത്രയും ഡിഫിക്കൽട്ട് അല്ല ക്ലയൻറ്റ് കിട്ടാൻ. പക്ഷേ ഒരു സ്റ്റാഫിനെ കിട്ടാൻ ഭയങ്കര പണിയാണ്, പൈസ ഉണ്ടെങ്കിൽ ആളെ കിട്ടില്ല. അതുകൊണ്ട് അപ്പൊ കിട്ടുന്ന ആളെ കൈയോടെ വെച്ചേക്കും. നല്ല ടാലന്റിനെ കൊണ്ടുവരിക, റീറ്റെയിൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, എംപവർ ചെയ്യുക, ആളെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, ആൾക്ക് റോഡ് മാപ്പ് കാണിച്ചു കൊടുക്കുക, നീ എന്തായി മാറും, എങ്ങനെ മാറും, റോഡ് മാപ്പ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിലുണ്ടോ നമ്മുടെ ജേണി വളരെ എളുപ്പമാണ്. സത്യം പറയാനുണ്ടോ വളരെ എളുപ്പമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ലാസ്സിൽ, 46 വയസ്സിൽ പണിയെടുക്കാത്ത ഒറ്റ ചാട്ടകം ഞാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ആ ഒരു ഫീല് വരുന്നത് കമ്പനിയുടെ ഭാഗമാകുമ്പോൾ എനിക്കും ഇതിനൊരു ഫീല് കൊണ്ടുവരും. അല്ല, ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ കംപ്ലീറ്റ് വന്ന് നിന്റേതാണെന്ന് പറഞ്ഞാൽ നീ നടത്തുന്ന രീതിയിൽ തന്നെ അവന് മനസ്സിലാവും. ഇന്റർവ്യൂ അപ്പൊ നമ്മൾ ഒരാളെ എടുക്കുന്നത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറയും, മറ്റേ ഫീഡ്ബാക്ക് പറയും, നീ എടുത്തോ ക്ലയൻറ്റിനോട്, അവനോട് ആളോട്. ഞാനിപ്പം കൂടുതലും നമ്മുടെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സീത്തെ മറ്റേ ഫീസ് എത്രയാണ്, എൻ്റെ വർക്കിന്റെ ഫീസ് എത്രയാണ്. ഞാൻ പറയും ഞാൻ ഓഫീസ് ചോദിച്ചിട്ട് പറയാം. ഞാൻ അവരോട് എത്ര ഫീസ് ആണോ, കാരണം ആളാണ് ജോലി ചെയ്യുന്നത്, ആള് ടീമിനെ വെച്ച് ജോലി ചെയ്യുന്നു, ആളെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു. ഞാൻ പറയും ഇതാണ് പ്രൊജക്ട്, ഇതാണ് സ്കോപ്പ്, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ക്ലയൻറ്റിന് ഇത് ആവശ്യമുണ്ട്, സൊല്യൂഷൻ ആവശ്യമുണ്ട്, ഇതാണിത്, നിങ്ങൾക്ക് എത്ര ഫീസ് വേണം അല്ലേ. ആ പറയും സീത്ത എനിക്ക് ഇത്ര വേണം, ഓക്കെ എത്ര വേണം, ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര വേണം, ശരി പറയും സാർ എത്രയാണ് ഫീസ്. അല്ല, ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. ദേ ഡിസൈഡ് മൈ ഫീസ്. എൻ്റെ ഓഫീസിലെ എല്ലാവരും ഇതാണ് പറയും, സീത്ത ഇതിൽ കുറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല,
ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ തന്നെ സാർ അതിൽ കുറിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ആൾക്കാർ ശരിക്കും ഇത് ഞാൻ എൻ്റെ ഓഫീസ് തന്നെയാണോ എന്ന് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അങ്ങനെ ചെയ്യുന്ന ഐ റിയലി എൻജോയ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഡിസൈഡ് ചെയ്യുന്ന ഫീസിൽ അവർ വർക്ക് ചെയ്യുന്നത് നാളെ അവർ കുറ്റം പറയുന്നത് ഇത് നഷ്ടമായി പോയത്. ഞാൻ പറഞ്ഞു യു ഓൺലി ടോൾ മി ദിസ് എ ഫീസ് അല്ലെ, ഇത് നീ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്, പിന്നെ എന്തിനാ പറയാ എന്നാൽ പിന്നെ യു വേർ ഇറ്റ്. അപ്പോൾ ആദ്യമേ ഓരോരുത്തരുടെയും കൃത്യമായിട്ട് പറയുന്നത് അവര് അടുത്ത ഒരു പ്രൊജക്ട് അവർ പറയുമ്പോൾ പറയും ഇങ്ങനെയാണ് അവര് തന്നെ ഫീസ് സംസാരിച്ചിട്ട്. എനിക്കൊന്നുമല്ല അങ്ങനത്തെ ഒരു നേച്ചർ ഓഫ് ബിസിനസ്സിൽ ആരും തന്നെ കേരളത്തിൽ കൺസൾട്ടിംഗ് ഫേം നടത്തുന്നുണ്ടാവില്ല. ഞാൻ മാത്രമേ ചെയ്യുന്നുണ്ടാവും. കാരണം ഐ ഗീവ് ദ കാരണം ദെൻ ഓൺലി ദേ ബിലീവ് നോ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ സിസ്റ്റം. അല്ലാണ്ട് പിന്നെ ദെൻ ദേ വിൽ ബി. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് നമ്മൾ വി ഓൾവേസ് കോൾ ദം ആസ് എ റിസോഴ്സ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫ് എംപ്ലോയി എന്ന് പറയുന്നത് കൊളീഗ്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ കൊളീഗ്സിനെക്കാട്ടും ഏറ്റവും നല്ല വാക്ക് റിസോഴ്സാണ്. വാക്ക് തന്നെ നിങ്ങൾ സോഴ്സാണ് അല്ലെ, റിസോഴ്സിന്റെ വാക്ക് തന്നെ ബേസിക്കലി അതാണ് അസെറ്റ് അല്ലെ. ഇറ്റ്സ് ആക്ച്വലി അതാണ് റിസോഴ്സ് ഈസ് സംതിങ് എ വെരി പവർഫുൾ വേർഡ്. കാരണം ദാറ്റ്സ് ദേ ആർ ജനറേറ്റിംഗ് ഇൻകം. അവരല്ലേ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അല്ലെ. ദേ ആർ ഓൺലി ക്രിയേറ്റിംഗ് വെൽത്ത് അല്ലെ ഫോർ അസ്. They are our source. They are resourceful. Great. ഒരുപാട് ചോദിക്കാനും അറിയാനും ഉണ്ട്, പക്ഷെ രണ്ടുപേരും തിരക്കിലാണെന്ന് പറയാം. അവസാനമായിട്ട് ഇത് ശരിക്കും അവസാനമാണ്. നമ്മളും കൺസൾട്ടിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൺസൾട്ടിങ്ങിൽ ഈ ഇവിടെ കമ്പനി ഫോർമേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് ടാക്സും കൈകളൊക്കെ വന്നല്ലോ. ഈ കോംപ്ലയൻസിൻ്റെത് അല്ലെങ്കിൽ ഈ കമ്പനീൻ്റെ സ്ട്രക്ചറിൽ അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാൻ പല ആളുകളും ഫോം ചെയ്യും. പിന്നെ ലേറ്റർ പിന്നെ അത് അമെൻമെന്റിലേക്ക് വരാനുണ്ടാകും. നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെതും അതേപോലെ തന്നെയാണ്. ഈ ടാക്സ് കൊടുക്കാൻ നേരത്താണ് ശ്രദ്ധിക്കുന്നത് അല്ലേ. ശരിക്കും അത് മുന്നേ സാർ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ. ഇതിങ്ങനെ സംഭവം വരുന്നുണ്ട്, അപ്പോൾ അതിനെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ചെയ്യേണ്ട സംഭവമാണ്. എല്ലാവരും ലാസ്റ്റ് ഇത് പിന്നെ നമ്മൾ വിൽ എൻഡ് അപ്പ് പേയിങ് ദ ടാക്സ് അല്ലേ. അല്ല, കോർപ്പറേറ്റ് ടാക്സ് ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് വരാം. എസ്പെഷ്യലി ഞാൻ കണ്ടത് UAE എന്ന് പറയുന്ന രാജ്യത്ത് ഇതുവരെ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ ആരും തന്നെ പ്രോപ്പറായിട്ട് എത്രയോ പേർക്ക് ബാലൻസ് ഷീറ്റ് തന്നെ ഉണ്ടാവില്ല ഇവിടെ ഇതിനു മുമ്പ്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ഇല്ല, വാറ്റ് വന്നു, വാറ്റ് വരുമ്പോൾ ബാലൻസ് ഷീറ്റ് ആവശ്യമില്ല. വാറ്റ് വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ആകെ മറ്റേ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ടേൺ ഓവർ മാത്രം കൊടുത്തിട്ട് എനിക്ക് വാറ്റ് ഫയൽ ചെയ്യാം. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എവറി ബിസിനസ് ഓണർ, ഞാൻ പറയും ഒരു മിനിമം ഒരു 1 മില്യൺ 2 മില്യൺ ഒക്കെ പറഞ്ഞാൽ 2 മില്യൺ ഈസ് ബേസിക്കലി 20 ലക്ഷം ദിർഹംസ് അല്ലേ. 2 മില്യൺ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബിഗ് ബുക്സും അക്കൗണ്ട്സും ഈ പറയുന്ന ഡോക്യുമെന്റ്സും റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കണം. 7 വർഷം വരെ അസസ്മെന്റ് ഓപ്പൺ, അടുത്ത 7 വർഷം വരെ. ഇന്നത്തെ 2025 എന്ന് പറയുമ്പോൾ 2032 വരെ ദേ ക്യാൻ ഓൾവേസ് ആസ്ക് യു. അതുവരെ നമ്മൾ സൂക്ഷിക്കണം. റെക്കോർഡ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും എന്ന് പറഞ്ഞത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈസിലി അസസ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എന്താണെന്ന്. അതാണ് ഈസിലി അസസ് ചെയ്യാൻ പറ്റണം. വലിയ ബുദ്ധിമുട്ട് കോംപ്ലക്സിറ്റി ഒന്നും വരാൻ പാടില്ല. ഈ പറയുന്ന ടാക്സബിൾ ഇൻകം എന്താണോ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത് ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് സ്മോൾ ബിസിനസ് റിലീഫ്. സ്മോൾ ബിസിനസ് റിലീഫ് എന്ന് പറഞ്ഞാൽ 3 മില്യൺ ദിർഹംസ് ഉള്ള കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ എലക്ട് ചെയ്ത് പറയാം, അതായത് ഞാനൊരു സ്മോൾ ബിസിനസ് ആണ് എന്ന് പറഞ്ഞ ഒരു ഇലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്നിക്കലി യു ആർ നോട്ട് സബ്ജക്ട് ടു പേ ടാക്സ്. 3 മില്യൺ ടെക്നിക്കലി 3 മില്യൺ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം അല്ലേ. പക്ഷേ അത് ആ ഓപ്ഷൻ ഉള്ളത് 31 ഡിസംബർ 2026 വരെ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് വന്നിട്ട് 31 ഡിസംബർ 2026 കഴിഞ്ഞാൽ ദിസ് സ്മോൾ ബിസിനസ് റിലീഫ് തന്നെ ഇല്ല എന്ന് പറയുമ്പം ഈ 3 മില്യൺ ദിർഹംസ് ഉള്ളവരും ഒരുപാട് ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ടാവും. അല്ല, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാണ് ഞാനൊരു സ്മോൾ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇത് റിട്ടേൺ ഫയൽ ചെയ്യണം കേട്ടോ. ഇതൊരു റിലീഫാണ്. റിലീഫ് എന്ന് പറയുമ്പോൾ അവർ ഇതിനെ വെരിഫൈ ചെയ്തിട്ടാണ് ഈ റിലീഫ് തരുന്നത്. അത് പറയുന്നുണ്ട് അവർ അതിന്റെ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഈ റിലീഫ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബിസിനസ് നിങ്ങൾ പല ബോക്സിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്യാൻ. അതായത് അതേ ബിസിനസ് തന്നെ 3-4 ബക്കറ്റിൽ ഇട്ടിട്ട് പറയാണ് 3 മില്യൺ അങ്ങനത്തെ സ്പ്ലിറ്റ് ചെയ്യാനും പാടില്ല എന്ന്. അപ്പം ദിസ് ഇസ് സംതിങ് സബ്ജക്ട് ടു സ്ക്രൂട്ടിനി. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാൻഡേറ്ററി ആണെന്ന് പറയാൻ കാരണം ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഡോക്യുമെന്റേഷനും നമുക്ക് മസ്റ്റാണ്. നമ്മൾ ടേൺ ഓവർ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. പക്ഷേ ടേൺ ഓവർ അല്ല, അവർ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ചെലവുകളാണ്, നിങ്ങളുടെ സ്പെൻഡിനെല്ലാത്തിനും എക്കണോമിക് കൊമേഴ്ഷ്യൽ സബ്സ്റ്റാൻസ് ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ബിസിനസ്സുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം ഈ ചെലവുകൾ. അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നത് ഇവിടെ ഒരു 2 മില്യൺ ദിർഹംസിലൊക്കെ
ബിസിനസ് ചെയ്യുന്ന ഏത് ബിസിനസ് ആക്ടിവിറ്റിയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ചോദിക്കുകയോ ഡിഫറെൻറ്റ് മാറ്റർ. ഇന്നും ഈ ദുബൈയിലെ പ്രശ്നം എന്ന് വെച്ചാൽ വാറ്റ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ചെലവ് എന്നാണ് എല്ലാവരും ഒരു ധാരണ ഉള്ളത്. അതെ അതെ അപ്പൊ ഇന്നും എല്ലാവരും ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അപ്പം വിചാരിക്കുന്ന നല്ല കയ്യിൽ നിന്ന് പോകുന്ന ഒരു ചെലവാണ് അതെ ഈ വാറ്റ് എന്നുള്ളതാണ്. ഈ കോർപ്പറേറ്റ് ടാക്സിലേക്കൊക്കെ എത്തുമ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പോഡ്കാസ്റ്റ് ടാക്സ് വേറെ തന്നെ ടോപ്പിക്കാണ്. വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് ട്രെയിനിങ്സും ഒരുപാട് സെഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും ശരിക്കും ഒരു അവയർനെസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കോർപ്പറേറ്റ് ടാക്സ് ഇറ്റ്സ് എ ബിഗ് ഏരിയ ആക്ച്വലി. വന്നിട്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അതായത് ടാക്സ് പ്രൊസീജിയർ വേറെ തന്നെ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ട്. അതിൽ ഒരുപാട് ഫൈൻസും പെനാൽറ്റി ഉണ്ട്. ഇത്ര പേര് കണ്ടിട്ടൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ ലോ. നമ്മളൊരിക്കലും ഇഗ്നോർ ചെയ്ത് പോകാൻ പാടില്ല. ചില ആൾക്കാർ ചിലപ്പം ചിന്തിക്കും 3,70,50,000 ആണല്ലോ മറ്റേ പ്രോഫിറ്റ്, അതുവരെ അതിനുശേഷം മാത്രം ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ് ടാക്സ് എന്ന്. അങ്ങനെയല്ല. നിങ്ങളൊരു 2 മില്യൺ 3 മില്യൺ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒക്കെ പ്രൂവ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം എന്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് 3,70,50,000 താഴെ എത്തണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സും റെക്കോർഡ്സും പെർഫെക്റ്റ് ആയിരിക്കണം. അത് സത്യം പറഞ്ഞാൽ ആസ് എ മെസ്സേജ് യു ക്യാൻ. കാരണം നിങ്ങൾ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇവിടെ ലൈസൻസും ഈ പറയുന്ന ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇൻകോർപ്പറേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് വിത്തിൻ 3 മാസത്തിനുള്ളിൽ ടാക്സ് കാർഡ് എടുക്കണം, ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യണം. എവറി പേഴ്സൺ ഈസ് എ ടാക്സബിൾ പേഴ്സൺ. എവറി ജുറിഡിക്കൽ പേഴ്സൺ എന്നാ പറയുക. അതായത് എനി ബോഡി കോർപ്പറേറ്റ് ഇവിടെ ടാക്സബിൾ പേഴ്സണാണ്. അതായത് ഈവൻ ഡേ 1 വന്നിട്ട് നിങ്ങൾ ടാക്സബിൾ പേഴ്സണാണ്. ഈ 3,70,50,000 എന്ന് പറയുന്ന ആ വാല്യൂ ഉണ്ടല്ലോ, അത് ടാക്സ് അടയ്ക്കേണ്ട ത്രെഷോൾഡാണ്. അല്ലാണ്ട് അത് വന്നാൽ മാത്രം ടാക്സബിൾ പേഴ്സൺ എവരിബഡി ഈസ് എ ടാക്സബിൾ പേഴ്സൺ. ദാറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക്. നമുക്ക് വേറെ നെക്സ്റ്റ് വിസിറ്റിൽ എന്താ ഉറപ്പായിട്ട് ഒരുപാട് നമ്മൾ ടോപ്പിക്കുകൾ നമ്മൾ ചെറിയ സമയത്തിന് വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് ഇനി ഒരുപാട് ഇരിക്കാനുണ്ട്, കേൾക്കാനുണ്ട്. മറ്റേ സമയത്ത് ഇരിക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു സർ.